കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എവിടെയൊക്കെയോ നിബന്ധിച്ചു പോകേണ്ടിയിരുന്ന എന്നെയും നിങ്ങളെയൊക്കെ ദൈവം നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം പറയുന്നു. എത്രയെത്ര ആപത്തുകൾ, എത്രയെത്ര അപകടങ്ങൾ, എത്രയെത്ര അനർത്ഥങ്ങൾ ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകലും എത്ര പ്രതീക്ഷയോടെ സഞ്ചരിച്ച ആളുകളാണ് ഈ സന്ധ്യാസമയം കാണുവാൻ കഴിയാതെ ലോകം വിട്ട് കടന്നുപോയത്. പ്രതീക്ഷയോടെ മക്കൾക്കുമ്മ കൊടുത്ത് ഭാര്യയോട് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞൊക്കെ പോയി വീട് വിട്ടിറങ്ങിയ എത്രയോ സഹോദരന്മാർ, പിതാക്കന്മാർ, മാതാപിതാക്കൾക്ക് ഉമ്മം കൊടുത്ത് വീട്ടിലിറങ്ങിപ്പോയ എത്രയോ കുഞ്ഞുങ്ങൾ നിശ്ചല ശരീരികളായി ഭവനങ്ങൾക്കകത്തേക്ക് വന്നു കയറിയപ്പോൾ അത്യുന്നതനായ ദൈവം നാം സഞ്ചരിച്ച വഴികളിലൊക്കെ ഇന്ന് പകൽ നമ്മളെ സൂക്ഷിക്കുകയും നമ്മെ പരിപാലിക്കുകയും ക്ഷേമത്തോടെ നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ സന്ധ്യയിൽ കർത്താവിൻ്റെ വചനം കേൾക്കത്തക്കവണ്ണം ഈ ആലയത്തിലായിരിക്കുവാനും നമുക്ക് തരുന്ന എല്ലാ കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എത്രയെത്ര മാരക രോഗങ്ങൾ, എത്രയെത്ര പ്രതിസന്ധികളാണ് ഓരോ ദിവസവും മാനുഷിക മേഖലകളിൽ അനുദിനം കയറി വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷിപ്പനിയും പന്നിപ്പനിയും ചെള്ളുപനിയും കുരങ്ങുപനിയും തക്കാളിപ്പനിയും അങ്ങനെ അങ്ങോട്ട് പനി തന്നെ പറയാനാണെങ്കിൽ ഒരു 10-30 വിധത്തിലുള്ള പനികൾ, വിവിധ തരത്തിലുള്ള വൈറസ് വ്യാപനങ്ങൾ, മാരക രോഗങ്ങൾ, എത്ര കഠിനമായ അനുഭവങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം നിസ്സഹായരായി നോക്കി നിൽക്കുന്ന കാലങ്ങൾ, എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യരൊക്കെ നോക്കി നിൽക്കുന്ന മേഖലകൾ. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി ഈ കാലങ്ങളിൽ നമ്മോടുള്ള ബന്ധത്തിൽ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം കാലഘട്ടങ്ങളുടെ പഴക്കമുള്ളതാണ്, സ്തോത്രം. പക്ഷേ കാലത്തിൻ്റെ പഴക്കം ബാധിക്കാതെ ദൈവനിശ്വാസീയമായി ഇന്നും അത്യാധുനിക കാലപ്രസക്തമായ നിലകളിൽ നിലകൊള്ളുന്നതിൻ്റെ സാരം ദൈവത്തിൻ്റെ വചനം ദൈവനിശ്വാസ്യം ആയതിനാലാണ് കർത്താവിൻ്റെ ആത്മാവിനാൽ തൻ്റെ ദാസന്മാരാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് കാലോചിതമായി മാറ്റങ്ങൾ സംഭവിക്കാതെ ഇന്നും കാലാനുയിക പ്രസക്തമായി ദൈവത്തിൻ്റെ വചനം നിൽക്കപ്പെടുന്നതിന് കാരണം. ആകയാൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും തൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുമ്പോൾ മാറ്റമില്ലാത്ത ആ വചനത്തെ അല്പസമയം ധ്യാനിച്ച് നാം ഈ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പുസ്തകങ്ങൾ ഉള്ളവർ, വായിക്കാൻ അറിയാവുന്നവർ ഒക്കെ പുസ്തകങ്ങളെ ഒന്ന് തുറക്കുന്നത് നന്നായിരിക്കും. പുറപ്പാട് പുസ്തകം 25 അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 25 വേഴ്സസ് 8 and 9. പുറപ്പാട് പുസ്തകം 25 അധ്യായം 8 വാക്യം 9 വാക്യം. ആ ആ ആ ആ കണ്ടോ ആ വചനഭാഗം എല്ലാവരും ശ്രദ്ധിച്ചോ? ഞാൻ അവിടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ആ ഒരു പദം ശ്രദ്ധിച്ചോണം. മാതൃക പ്രകാരം എന്ന് പറഞ്ഞേ. മാതൃക പ്രകാരം എന്താണ്? മാതൃക പ്രകാരം, മാതൃക പ്രകാരം, മാതൃക പ്രകാരം. കർത്താവിൻ്റെ മക്കളെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് മരുഭൂമി വഴിയായി ദൈവം കൊണ്ടുവരുമ്പോൾ അവരോടൊപ്പം സഞ്ചരിക്കുവാൻ ഒരു സഞ്ചരിക്കുന്ന ആലയ നിർമ്മിതിക്ക് ദൈവം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. പ്ലാൻ ദൈവത്തിൻ്റേതാണ്. അത് കാണിച്ചു കൊടുത്തത് മോശയ്ക്കാണ്. മോശയുടെ നിർദ്ദേശമനുസരിച്ച് പണിതത് വിശേഷ ആത്മാവിനാൽ നിറയപ്പെട്ട ചില സഹോദരങ്ങളാണ്. സഞ്ചരിക്കുന്ന ദൈവാലയത്തിന് പേരിട്ടു തിരുനിവാസം, ടാബർനാക്കിൾ അഥവാ സമാഗമന കൂടാരം. വിവിധ പേരുകൾ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ബൈബിളിൽ അതിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ രാത്രി സമാഗമന കൂടാരം എന്ന് മാത്രം ചിന്തിച്ച് അല്ലെങ്കിൽ തിരുനിവാസം എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ അങ്ങനെ ആ ചിന്തകൾ അവസാനിപ്പിക്കാം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ പണിയേണ്ടത് എങ്ങനെയായിരിക്കണം? ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമായിരിക്കണം. മാനവരാശിക്ക് വേണ്ടി സർവശക്തനായ ദൈവം സ്വർഗം തയ്യാറാക്കിയ രക്ഷയുടെ പ്ലാൻ
അത് തയ്യാറാക്കിയത് സ്വർഗത്തിലെ ദൈവമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ അത് ചെയ്തെടുക്കുവാൻ, അത് പൂർത്തീകരിപ്പാൻ ഇടയായി. ദൈവത്തിൻ്റെ പ്ലാൻ യേശു ക്രിസ്തുവിലൂടെ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പൂർത്തീകരിക്കപ്പെടുവാൻ ഇടയായി. ഞാനും നിങ്ങളും ഇന്ന് കാണുന്ന ഓരോ കാര്യങ്ങളും, തീർത്ഥാടനങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും കർമ്മ ആചാരങ്ങളും ഒക്കെ മനുഷ്യൻ തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഏതൊക്കെ വിധത്തിലുള്ള രക്ഷകളുണ്ട്? സ്വയരക്ഷയുണ്ട്, ദേഹരക്ഷയുണ്ട്, ആത്മരക്ഷയുണ്ട്, കുടുംബരക്ഷയുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയ ഒരുപാട് രക്ഷകളുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി വിവിധ യന്ത്രങ്ങൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ മനുഷ്യൻ ശരീരത്തിൽ കെട്ടുന്നതും കൊണ്ട് നടക്കുന്നതും വഹിക്കുന്നതും ഈ കാലഘട്ടത്തിൻ്റെയൊക്കെ നേർക്കാഴ്ചകളാണ്. രക്ഷാമന്ത്രങ്ങളൊക്കെ ഉരുവിട്ടെഴുതി കെട്ടിക്കൊണ്ട് നടക്കുന്ന തന്ത്രങ്ങളും യന്ത്രങ്ങളും മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എത്രയെത്ര വിപത്തുകളിലാണ് രക്ഷയ്ക്ക് വേണ്ടി പലതും ചൊല്ലിക്കെട്ടി ഓതിക്കെട്ടി കൊണ്ട് നടക്കുന്ന മനുഷ്യരൊക്കെ ചെന്നുപെടുന്നത് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയാത്ത, തമസ്കരിച്ച് കളയാൻ കഴിയാത്ത ഒരു സത്യം കൂടെയാണ്. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും ചെയ്യുന്ന കർമ്മമാർഗങ്ങളൊന്നും, ആചാര അനുഷ്ഠാനങ്ങൾ ഒന്നും പ്രയോജനപ്രദമാവില്ല എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. രക്ഷയോടുള്ള ബന്ധത്തിൽ 5 മാർഗങ്ങളാണ് മനുഷ്യൻ സ്വീകരിക്കുന്നത്. രക്ഷ പ്രാപിക്കാനായി, രക്ഷ കരാഗതമാക്കാനായി മനുഷ്യൻ സ്വീകരിക്കുന്നത് പ്രധാനമായിട്ടും 5 മാർഗങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യത്തെ നമുക്ക് നിക്ഷേധമാർഗമെന്ന് പറയാം. നിക്ഷേധമാർഗം, രക്ഷ കൈവരിക്കാൻ മനുഷ്യൻ സ്വീകരിക്കുന്ന ഒന്നാമത്തെ മാർഗമാണ് നിക്ഷേധമാർഗം. യുക്തിവാദികളും നിരീശ്വരന്മാരൊക്കെ അതിൽപ്പെടുന്നവരാണ്. അവർ പറയുന്നു സ്വർഗവും നരകവും ഒന്നുമില്ല, ദൈവത്തിൻ്റെ അസ്തിത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദൈവവിശ്വാസം, ദൈവം, ഇതൊന്നും അവർ അംഗീകരിക്കുന്നില്ല. നിക്ഷേധാത്മക നിലപാടിനാൽ നിക്ഷേധമായ മാർഗങ്ങളിലൂടെ, യുക്തിസഹജമായ ചിന്തകളിലൂടെ, ബുദ്ധിവൈഭവങ്ങളിലൂടെ സന്തോഷം നൈമിഷികമായ നിലകളിലൊക്കെ കണ്ടെത്തി പോകുന്ന ആളുകളെ നമുക്ക് അങ്ങനെ പറയാൻ, ചിന്തിക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ ഒരു രക്ഷയുടെ മാർഗമാണ് കർമ്മമാർഗം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് അത് പറയുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വിവിധ മതങ്ങൾക്ക്, വിവിധ വിശ്വാസങ്ങൾക്ക് അവരുടേതായ ആചാര അനുഷ്ഠാന മര്യാദകൾ, രീതികൾ ഉണ്ട്. കർമ്മമാർഗങ്ങളിലൂടെ രക്ഷ പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഇതര ഇസങ്ങളുടെ, മതങ്ങളുടെ, വിശ്വാസങ്ങളുടെ പഠിപ്പിക്കലുകൾ അനുസരിച്ചുള്ള ക്രിയകൾ, കാര്യങ്ങൾ, കർമ്മമാർഗം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. പക്ഷെ കർത്താവിൻ്റെ വചനം പറയുന്നു കർമ്മമാർഗങ്ങളിലൂടെ ഒരു മനുഷ്യനും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. നിക്ഷേധാത്മക മാർഗത്തിലൂടെ രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. 2, കർമ്മമാർഗങ്ങളിലൂടെ മനുഷ്യന് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. മൂന്നാമത്തെ ഒന്നാണ് ഭക്തിമാർഗം. ഇതിന് ദീർഘ ദിവസങ്ങളെടുത്ത് മനുഷ്യൻ തീർത്ഥാടന യാത്രകൾ നടത്തുന്നു, കാലിൽ ചെരുപ്പിടാതെ നടക്കുന്നു, വിവിധ ആഹാരങ്ങൾ, ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് ചില പ്രത്യേക ആഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അവർ ഭക്തിക്ക് അനുസരണമായ നിലകളിൽ ജീവിതശൈലിയെ രൂപപ്പെടുത്തിയെടുക്കുന്നു. ഭക്തിമാർഗത്തിലൂടെ രക്ഷ നേടാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ. വിശുദ്ധ ബൈബിളിലും അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ കൊർന്നല്യോസ്, അദ്ദേഹം ഭക്തനായിരുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നയാളായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നയാളായിരുന്നു. പക്ഷേ ഭക്തിമാർഗത്തിലൂടെ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ രക്ഷ പ്രാപിക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷെ നേരിട്ട് ദൈവശബ്ദം ഉണ്ടായി, ഇങ്ങനെയുള്ള ഇടപാടുകളിലൂടെയൊന്നും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. രക്ഷ പ്രാപിക്കുവാൻ അതിൻ്റെതായ ഒരു വഴിയുണ്ട്, അതിൻ്റെതായ ഒരു മാർഗമുണ്ട്. അതിലൂടെ അല്ലാതെ ഈ വക കാര്യങ്ങളിലൂടെ രക്ഷ പ്രാപിക്കാൻ കഴിയുക ഇല്ല എന്ന് വചനത്തിലൂടെ കൊർന്നല്യോസിന് ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 4ാമത്തെ മാർഗമാണ് ജ്ഞാനമാർഗം. അതിനെക്കുറിച്ചും അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ആധ്യാത്മികമായ കാര്യങ്ങളിലെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ സ്തോത്രം രക്ഷ കൈവശമാക്കാമെന്ന് ചിന്തിക്കുന്ന ജ്ഞാനമതക്കാരുടെ, ജ്ഞാനം കൊണ്ട് നിറയപ്പെട്ട ആളുകളുടെ, അറിവ് കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് നിറയപ്പെട്ട ആളുകളുടെ അനുഭവങ്ങൾ കാണാൻ കഴിയുന്നു. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന
പഠിപ്പിക്കുന്ന ഒരു രക്ഷാമാർഗമുണ്ട്. അതാണ് അഞ്ചാമത്തെ സനാതനമായതും സത്യമായതും. അതാണ് വിശ്വാസമാർഗത്തിലൂടെയുള്ള രക്ഷ. ബൈബിൾ പഠിപ്പിക്കുന്ന രക്ഷ അഞ്ചാമത്തേതാണ്, വിശ്വാസമാർഗത്തിലൂടെയുള്ള രക്ഷ. എനിക്കും നിങ്ങൾക്കും സ്വായത്തമാക്കപ്പെടേണ്ട രക്ഷ വിശ്വാസമാർഗത്തിലൂടെയുള്ള രക്ഷയാണ്. സ്തോത്രം. ആമേൻ. നിഷേധാത്മകമായ നിലപാടിലൂടെയോ കർമ്മമാർഗത്തിലൂടെയോ ഭക്തിമാർഗത്തിലൂടെയോ ജ്ഞാനമാർഗത്തിലൂടെയോ ലഭ്യമാക്കപ്പെടുന്ന രക്ഷ മനുഷ്യനിർമ്മിതവും മനുഷ്യ കണ്ടുപിടുത്തവും മനുഷ്യനാൽ അത് ഉളവാക്കപ്പെട്ടതുമായിരിക്കുമ്പോൾ, വിശ്വാസമാർഗത്തിലൂടെയുള്ള രക്ഷ മനുഷ്യനാൽ സംഭവിക്കപ്പെട്ടതല്ല, മനുഷ്യനാൽ ഉളവാക്കപ്പെട്ടതല്ല, ദൈവത്താൽ ഉളവാക്കപ്പെട്ടതും കർത്താവായ യേശു ക്രിസ്തുവിനാൽ കാൽവറിയിൽ പൂർത്തീകരിക്കപ്പെട്ടതുമായ ഒന്നാണ് വിശ്വാസമാർഗത്തിലൂടെയുള്ള രക്ഷ എന്ന് പറയുന്നത്. അത് കരസ്ഥമാക്കുവാനായിട്ട് കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ജനിച്ചു എന്നും കാൽവറിയിൽ താൻ മരിച്ചു അടക്കപ്പെട്ടു എന്നും മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ മഹിമയുടെ വലഭാഗെ ജീവിക്കുന്നു എന്നുമുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കപ്പെടുമ്പോൾ, ആ വിത്തിട്ട വിശ്വാസത്തെ രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റുപറയുമ്പോൾ, യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്നും എൻ്റെ കർത്താവാണെന്നും എൻ്റെ പാപവിമോചകനാണെന്നും എൻ്റെ ദൈവമാണെന്നും നമ്മൾ പറയുന്നതിലൂടെ സംഭവിക്കപ്പെടുന്നത് നമ്മൾ ദൈവമക്കളായി മാറുകയാണ്. സനാതനനായ ദൈവത്തിൻ്റെ സത്യകൃപയിൽ ജീവിതാന്ത്യം വരെ നിലനിൽക്കപ്പെടേണ്ടതിന്, അന്ത്യത്തോളം കർത്താവിൻ്റെ സാക്ഷികളായി ഞാനും നിങ്ങളും മുൻപോട്ട് പോകേണ്ടതിന് എൻ്റെ പ്രിയരോട് ഈ രാത്രി പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ കാൽവറിയിൽ തുറക്കപ്പെട്ട രക്ഷാമാർഗമല്ലാതെ, വിശ്വാസമാർഗമല്ലാതെ വേറൊരു മാർഗമില്ല. വിശ്വാസത്തിൻ്റെ പാതയിൽ ഞാനും നിങ്ങളും സഞ്ചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ലോക ജീവിത യാത്രയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ജീവിതയാത്രയെ പലപ്പോഴും താറുമാറാക്കുന്നതും ഉലയ്ക്കുന്നതുമായൊക്കെ തോന്നപ്പെടുമ്പോൾ, മനസ്സ് പതറുമ്പോൾ, കാലുകൾ ഇടറുമ്പോൾ, വീണു പോകാതെ വണ്ണം നമ്മെ കരം പിടിച്ച് നിർത്തുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിൽ അന്ത്യത്തോളം നിൽക്കുവാനും കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങൾക്കും കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കല്ലറകൾ കൊണ്ട് അവസാനിക്കാത്തതും മരണം കൊണ്ട് തീരാത്തതുമായ കർത്താവ് ഒരുക്കിയ ഭാഗ്യകരമായ പ്രത്യാശയെ പ്രാപിക്കുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിയുടെ, വീണ്ടെടുക്കപ്പെട്ട ഒരു ബോൺ അഗെയിൻ പേഴ്സന്റെ, വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് 6 അടി മണ്ണ് കൊണ്ട് അവസാനിക്കുന്നതല്ല, കല്ലറ കൊണ്ട് തീരുന്നതല്ല, അതിനപ്പുറത്തേക്ക് നീളുന്നതാണ് ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലിന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യാശ. ഈ രാത്രി എൻ്റെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ 2 കാര്യങ്ങൾക്ക് വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കണം. എടോ, താൻ ഇതിനാണോ ഈ രാത്രി ഇങ്ങോട്ട് വന്നത് എന്നുള്ള ചിന്ത ഉള്ളിൽ ഉണ്ടായേക്കാം. എങ്ങനെ ചിന്തയുണ്ടായാലും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 2 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ റെഡിയായിക്കൊണ്ടിരിക്കണം. 2 കാര്യങ്ങളിൽ ഏതൊരു കാര്യവും അനതിവിദൂര ഭാവിയിൽ വേഗത്തിൽ സംഭവിക്കാവുന്നതാണ്. പറയപ്പെടാൻ പോകുന്ന 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതിവേഗത്തിൽ, ഏത് നിമിഷമോ, ഇന്ന് രാത്രിയോ അടുത്ത നിമിഷമോ, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. നമ്പർ 1, നമ്മുടെ മരണം ഏത് നിമിഷവും സംഭവിക്കാവുന്നതാണ്. ഏത് നിമിഷവും സംഭവിക്കാം. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ? റെഡി ആയിട്ടുണ്ടോ നമ്മുടെ മരണത്തിന് വേണ്ടി? 2012 മുതൽ ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർഡാണ്, ഞാൻ അതിനുവേണ്ടി ഒരുക്കമാണ്. 2012 ക്യാൻസർ എന്ന രോഗം എനിക്ക് ആദ്യമായി സ്ഥിരീകരിക്കപ്പെടുന്നത്. സ്തോത്രം. കിംസ് ഹോസ്പിറ്റലിലെ ഒരു ബയോപ്സി റിപ്പോർട്ടും കയ്യിൽ പിടിച്ച് കുറച്ച് സമയം ഒന്ന് ഭയപ്പെട്ട്, കുറേ ദിവസങ്ങളൊന്ന് ദുഃഖിതനായി സങ്കടപ്പെട്ടൊക്കെ നടക്കപ്പെടേണ്ടി വന്നു. എന്നാൽ അതിനപ്പുറം ഇങ്ങോട്ട് കർത്താവ് നൽകിയിരിക്കുന്ന ഭാവി പ്രത്യാശയുടെ മഹത്വത്തെക്കുറിച്ചുള്ള ചിന്തകളും പഠനങ്ങളും അത് ജീവിതത്തിൻ്റെ പുതിയൊരു അനുഭവത്തിലേക്ക് എളിയവനെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഞാൻ ഈ രാത്രി പറയുന്നത്, തയ്യാറാകണം, റെഡിയാകണം നമ്മുടെ മരണത്തിന് വേണ്ടി.
പ്രായം കുറഞ്ഞോ പ്രായം കൂടിയോ ഏതൊരു നിമിഷവും നമ്മൾ ഈ ലോകത്തു നിന്ന് പോയേക്കാം. കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ സ്നേഹിതരെയൊക്കെ അതീവ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരൻ വളരെ ചെറുപ്രായത്തിൽ UK ഒന്നങ്ങോട്ട് ചെന്നതേയുള്ളൂ. ജീവിതമൊക്കെ ഒന്ന് പിച്ച വെച്ച് നടന്നു തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ പെട്ടെന്നൊരു ഹൃദയ സ്തംഭനത്തിലൂടെ താൻ ഈ ലോകം വിട്ട് കടന്നുപോയി. ചില ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ ബോഡി ഞങ്ങൾ നാട്ടിലേക്ക് വരും. എത്ര ദുഃഖകരമായ കാര്യം! എത്ര പ്രതീക്ഷകളോടെയാണ് പോയത്, എത്ര സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് പോയത്. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മനുഷ്യൻ്റെ ഒടുക്കത്തെ ശത്രുവായ മരണം ഏതൊരു നിമിഷവും നമ്മുടെ അരികിലേക്ക് കടന്നു വരാം. നിങ്ങൾ റെഡിയാണോ? തയ്യാറായിട്ടുണ്ടോ? കത്തോലിക്ക സഭയുടെ ഒരു ആചാരാനുഷ്ഠാന ക്രമത്തിൽ ഒരു പാട്ടുണ്ട്. അന്തിമയങ്ങിയ നേരത്ത് ചന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നും വന്നരികിൽ മരണത്തിൻ സന്ദേശവുമായി നിൽക്കൂ ഞാനൊന്നൊരുങ്ങട്ടെ, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ചൊല്ലുണ്ട്. കത്തോലിക്കരുടെ അടക്കത്തിനൊക്കെ പോകുമ്പോൾ അച്ഛന്മാർ പറയുന്നത്, ചൊല്ലുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊക്കെ നമുക്ക് അവിടെ കേൾക്കാനായിട്ട് കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഞാനൊന്ന് ഒരുങ്ങട്ടെന്ന് പറഞ്ഞാൽ സമയം എനിക്ക് നിങ്ങൾക്ക് മുൻപിലില്ല. ഏതൊരു നിമിഷവും ഒരുങ്ങപ്പെട്ടിരിക്കണം. എൻ്റെ പ്രിയരെ ശ്രദ്ധിക്കുക. മരണം സംഭവിക്കട്ടെ, കർത്താവിൻ്റെ വരവായിക്കൊള്ളട്ടെ, രണ്ടിൽ ഏത് സംഭവിച്ചാലും നമ്മൾ കർത്താവിനോടൊപ്പം ആയിരിക്കും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചിരിക്കണം. ഒന്നുകിൽ പുനരുത്ഥാനം, അല്ലെങ്കിൽ രൂപാന്തരം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൂടാതെ നമുക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ കഴിയുകയില്ല. ഒന്നുകിൽ പുനരുത്ഥാനം, ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് മുൻപ് നമ്മൾ ഈ ഭൂമിക്കകത്തേക്ക് ഒതുങ്ങേണ്ടി വന്നാൽ നമുക്ക് ലഭിക്കപ്പെടേണ്ടതാണ് പുനരുത്ഥാനം. അല്ല, കർത്താവിൻ്റെ വരവ് വരെ നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കപ്പെടേണ്ടതാണ് രൂപാന്തരം. ഒന്നുകിൽ പുനരുത്ഥാനം അല്ലെങ്കിൽ രൂപാന്തരം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൂടാതെ നമുക്ക് ദൈവത്തോടൊപ്പം, കർത്താവിനോടൊപ്പം ആയിരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യം, യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും കർത്താവിൻ്റെ വചനത്തോടൊപ്പം സഞ്ചരിക്കുവാൻ, കർത്താവിനോടൊപ്പം സഞ്ചരിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. നാം വായിച്ച വചനം കണ്ടോ? കർത്താവ് കാണിക്കുന്ന, കർത്താവ് കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെയൊക്കെ ഉണ്ടാക്കണം. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃക നമ്മുടേതായിരിക്കരുത്, കർത്താവിൻ്റെതായിരിക്കണം. കർത്താവ് ഭൂമിയിൽ ജീവിച്ച് ഒരു മനുഷ്യന് എങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യം വെളിപ്പെടുത്തി തരുവാനിടയായി തീർന്നു, കാണിച്ചു തരുവാൻ ഇടയായി തീർന്നു. നമ്മുടെയൊക്കെ റോൾ മോഡലുകളായിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട്. ചിലപ്പോൾ ചിലരെയൊക്കെ അനുകരിക്കാൻ പോകുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുവാൻ, അനുകരിക്കുവാൻ ശ്രമിക്കുന്നത് നമുക്ക് അപകടകരമായ, അപായകരമായ അനുഭവങ്ങൾ ഉണ്ടാകപ്പെടാനും സാധ്യത കൂടുതലാണ്. എന്നാൽ കൃത്യമായും വ്യക്തമായും അനുകരിക്കുവാനും മാതൃകയാക്കുവാനും കഴിയുന്ന ഒരേ ഒരുവനേ ഉള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന ലോകൈക രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, വിശ്വാസത്തിൻ്റെ നായകൻ. അത് നമ്മൾ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കണം. ഇവിടെ വചനം പറയുന്നത് ശ്രദ്ധിക്കണം. ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും ഉണ്ടാക്കണം. ഒരു സഭയുടെ മാതൃക അത് കർത്താവിൻ്റെതാണ്. ഞാൻ സഭയെന്ന് പറയുമ്പോൾ ഈ കെട്ടിടത്തെ ഉദ്ദേശിക്കരുത്. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്ന, ദൈവം വസിക്കുന്ന ആലയമെന്ന് പറയുന്നത്, മന്ദിരമെന്ന് പറയുന്നത് ഞാനും നിങ്ങളും ആണ്. ആകയാൽ ഈ സഭയെന്ന് പറയുമ്പോഴൊക്കെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നുള്ള ചിത്രം, ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക് കയറി വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു ദൈവസഭ, സഹോദരീ സഹോദരന്മാർ, വിവിധ പ്രായത്തിലുള്ള ആബാലവൃദ്ധ ജനമടങ്ങിയ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മ ഷിബി പാസ്റ്ററുടെയോ അനീഷ് പാസ്റ്ററുടെയോ ഉള്ളത്തിൽ തോന്നുന്നതിന് ഒത്തവണ്ണമായിരിക്കരുത് ക്രമീകരിക്കപ്പെടുന്നത്, പണിയപ്പെടുന്നത്. മറിച്ച്
കർത്താവിൻ്റെ മാതൃക പ്രകാരമായിരിക്കണം. ഒരു സഭ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ മാതൃക ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. തീമോഥെയോസിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അവിടെ പൗലോസ് എഴുതിയിരിക്കുകയാണ്, ഞാൻ വരുവാൻ താമസിച്ചാലോ സത്യത്തിൻ്റെ തൂണും ജീവനുള്ള ദൈവത്തിൻ്റെ ആലയവുമായ കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെ നടക്കണമെന്നുള്ളത് പ്രബോധിപ്പിച്ചെഴുതുന്നു എന്നൊക്കെ പറഞ്ഞ് പൗലോസിൻ്റെ എഴുത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ പ്രിയരെ തിരിച്ചറിയേണ്ടത്, ദൈവസഭയുടെ മാതൃക അത് കർത്താവിൻ്റെതാണ്, ദൈവ വചനത്തിൻ്റെതാണ്. സ്തോത്രം. ഒരു കുടുംബത്തിൻ്റെ മാതൃക അത് ദൈവത്തിൻ്റെതാണ്. സ്തോത്രം. ഒരു സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഫാമിലി കൗൺസിലറോ നൽകുന്നതായിരിക്കരുത് കുടുംബത്തിൻ്റെ മാതൃക. കുടുംബാരോഗ്യ രംഗത്ത് ഗവൺമെൻറ് ലൈസൻസോടൊക്കെ പ്രവർത്തിക്കുന്നവരാണ് എളിയവനൊക്കെ. സ്തോത്രം. 100 പ്രശ്നങ്ങൾ ചില നാളുകൾക്ക് മുമ്പായിട്ടൊക്കെ ഞങ്ങളുടെയൊക്കെ അടുക്കൽ ഇങ്ങനെ വന്ന് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്യാറുണ്ട്. ചില നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ കുടുംബത്തിൻ്റെ മാതൃക ഞങ്ങളുടേതല്ല, കുടുംബാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടേതല്ല, കർത്താവിൻ്റെതാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഭൂമിയിൽ കുടുംബം സ്ഥാപിച്ചത് ദൈവമാണ്. ഈ ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇത്ര കൃത്യമായി പഠിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം പോലെയൊന്ന് വേറെ ഇല്ല. അതുകൊണ്ട് ഒരു കുടുംബം പണിയപ്പെടേണ്ടതിൻ്റെ മാതൃക കർത്താവിൻ്റെ വചനമാണ്. ഏത് തകർന്ന കുടുംബത്തെയും, ഏത് നശിക്കുമാറായിരിക്കുന്ന കുടുംബത്തെയും കൂട്ട ആത്മഹത്യകളിൽ നിന്ന്, അപകടകരമായ അനുഭവങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ശാപകരവും പാപകരവും രോഗകരവുമായ അനുഭവങ്ങളിൽ നിന്ന് പണിതെടുക്കാൻ കഴിയുന്ന ഒന്നാണ് കർത്താവും കർത്താവിൻ്റെ വചനവും. അതുകൊണ്ട് കുടുംബത്തിൻ്റെ മാതൃക ദൈവ വചനപ്രകാരം ആയിരിക്കണം, ദൈവത്തിൻ്റെതായിരിക്കണം. പിള്ളേരെങ്ങനെ ആയിരിക്കണം, അതിൻ്റെ മാതൃക വചനത്തിലുണ്ട്. സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, അതിൻ്റെ മാതൃക വചനത്തിലുണ്ട്. ഇതിൽ മാതൃകയില്ലാത്ത ഒരു കാര്യം പോലും ഇല്ല. ഒരു ദിവസം മറ്റൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാനിങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ 2 പിള്ളേരിരുന്ന് ഇങ്ങനെ ചെവിയിൽ കടിച്ചു പറിക്കുന്നത് കണ്ടു. അപ്പോൾ അതിലൊരുത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് ചെറുക്ക, ആഷേറെ എന്താണ് മോനെ നിങ്ങൾ തമ്മിൽ കടിച്ചു പറിക്കുന്നത്? അപ്പം അവന് പറയാനൊരു ബുദ്ധിമുട്ട്, ഇങ്ങനെ പുറപുറത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചുണ്ടിൻ്റെ ഭാഷ എനിക്ക് വശമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, നീ ഇങ്ങ് മുന്നോട്ട് വന്നേ, പറഞ്ഞ് എന്താണ്. സ്തോത്രം. ഞായറാഴ്ച എല്ലാം കൂടെ ഒരു 100-400 ആളുകൾ കൂടി വരുന്ന ഒരു കൊച്ചു ചർച്ചിൻ്റെ പാസ്റ്ററാണ് ഞാൻ. സ്തോത്രം. അപ്പോൾ അവൻ മുന്നോട്ട് വന്നു, ഞാനൊന്ന് ചെവി ചായച്ചു കൊടുത്ത് പറഞ്ഞു, അവൻ ചോദിക്കുക, പാസ്റ്ററെ ടോയ്ലറ്റിൽ പോകുന്നതിന് ബൈബിളിൽ മാതൃകയുണ്ടോ എന്ന്. പിള്ളേരല്ലേ, ഭയങ്കര ബുദ്ധിയുള്ള പിള്ളേരാ. ഞാൻ പറഞ്ഞു, ശരി, കറക്റ്റ്, നീ ചോദിച്ചത് കറക്റ്റ് ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, നീ അവനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ എത്ര ജിജ്ഞാസയോട് കൂടിയ ചോദ്യങ്ങൾ. ചില സമയത്ത് എൻ്റെ വീട്ടിലെടുത്തിട്ടുണ്ടൊരു +1കാരൻ ചില സമയത്ത് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് നിസ്സാരമെന്ന് തോന്നും, പക്ഷെ നിരുത്സാഹപ്പെടുത്താറില്ല, ഓടാന്ന് പറഞ്ഞ് ഓടിക്കാറില്ല. അവൻ്റെ ചോദ്യത്തിന് കൃത്യമായ ആൻസറുകൾ അവന് ബോധിക്കുന്നവണ്ണം പറഞ്ഞു കൊടുക്കും. സ്തോത്രം. അല്ലെങ്കിൽ നാളെ കർത്താവിന് വേണ്ടി ആ തലമുറയെ നിർത്താനായിട്ട് കഴിയില്ല. ഞാൻ പറഞ്ഞു, നീ ചോദിച്ച ചോദ്യം കൃത്യമായ ചോദ്യമാണ്. ടോയ്ലറ്റിൽ പോകുന്നതിന് മാതൃകയുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു, പുസ്തകം തുറന്നു, ഇന്ന അധ്യായം ഇത്രാമത് വാക്യം എടുത്ത് വായിച്ചു. അപ്പോൾ അവൻ വായിക്കുകയാണ്, നിങ്ങൾ പോകുമ്പോൾ കയ്യിലൊരു പാര. പറഞ്ഞില്ലേ ഇസ്രായേൽ മക്കളോട് ദൈവം, നിങ്ങൾ രാവിലെ പോകുമ്പോൾ കയ്യിൽ എന്നാ കരുതണം? ഒരു പാര കരുതണം. പാര 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 എന്നൊക്കെ പറഞ്ഞറിയാമോ? നമ്മളെ നമുക്കിട്ട് ആപ്പ് വെക്കുന്നവരെയാ പാര എന്ന് പറയുന്നത്. പാര എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്, മണ്ണിളക്കി മാറ്റുന്ന ഒരു സാധനം. ദൈവം പറയുക, ഞാൻ നിങ്ങളുടെ പാളയത്തിൽ കൂടി കടന്നു വരുമ്പോൾ നിന്റെ പാളയത്തിൽ വൃത്തികേട് കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ പാളയം വിട്ടുമാറാതിരിക്കേണ്ടതിന് നീ രാവിലെ പോകുമ്പോൾ പാര കരുതണം. എന്തിനാ? ഉച്ഛിഷ്ടം മറവ് ചെയ്യുവാൻ, വിസർജ്യങ്ങൾ മറവ് ചെയ്യുവാൻ. അപ്പോൾ അതിനു വരെയുള്ള മാതൃക ബൈബിളിലുണ്ട്. ഇതിനകത്ത് മാതൃകയില്ലാത്ത എന്താ ഉള്ളത്? നിങ്ങൾ ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. സകലതിനും ഇതിനകത്ത് മാതൃകയുണ്ട്. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുവിൻ, ഒത്തുവാക്യങ്ങളില്ലാതിരിക്കുന്ന, ചേർച്ചയില്ലാതിരിക്കുന്ന ഒന്നും ഇതിനകത്തില്ല. എൻ്റെ പ്രിയരോട് ഞാൻ ഈ രാത്രി പറയുന്നു, സഭയുടെ മാതൃക കർത്താവ് കാണിച്ചതിന് പ്രകാരമായിരിക്കണം. കുടുംബത്തിൻ്റെ മാതൃക കർത്താവ് കാണിച്ചതിന് പ്രകാരമായിരിക്കണം.
ഭർത്താവ് എന്ന ജീവിത മാതൃക കർത്താവ് കാണിച്ചതിന് പ്രകാരമായിരിക്കണം. ഭാര്യ എന്ന ജീവിതത്തിൻ മാതൃക ദൈവ കാണിച്ചതിന് പ്രകാരമായിരിക്കണം. കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ കാണിച്ച മാതൃക പ്രകാരമായിരിക്കണം. എസ്പെഷ്യലി ശുശ്രൂഷകന്മാരായ ഞങ്ങൾ കർത്താവ് കാണിച്ച മാതൃക പ്രകാരമായിരിക്കണം ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. ആ മാതൃക എവിടെ കാണാൻ പറ്റുന്നത്? പാസ്റ്റർ, എവിടെ പോയാൽ കാണാം? ഇത് നോക്കിയാൽ മതി. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വിശുദ്ധ തിരുവെഴുത്തുകളെ കുലങ്കക്ഷമായി യുക്തിയുടെയും ബുദ്ധിയുടെയും കണ്ണുകൾ മാറ്റിവെച്ചിട്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് കർത്താവിനെ അറിയണമെന്നുള്ള വാഞ്ചയോടെ ഇതിലേക്കൊന്ന് പരതിയാൽ നോക്കിയാൽ ഞാനും നിങ്ങളും എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിൻ്റെ മാതൃക വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് കാട്ടിത്തരുവാനിടയായി തീരും. ഞാൻ നല്ലൊരു ആർക്കിടെക്റ്റിനെ കണ്ടു. എനിക്കൊരു കൊച്ചു വീട് വെക്കണമെന്ന് ആഗ്രഹം. പ്ലാനെല്ലാം ഞാൻ തയ്യാറാക്കിയെടുത്തു. അന്നൊരു നല്ല പ്ലാൻ, എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു സ്വപ്ന ഭവനം അത് തയ്യാറാക്കി കൊണ്ടുവന്നു. അങ്കിൾ ഒരു കോൺട്രാക്ടറാണെന്ന് വിചാരിക്കുക, ഒരു ബിൽഡറാണ്. ഞാൻ കൊണ്ട് പ്ലാൻ കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഈ വീട് എനിക്ക് ഇതുപോലെ ഈ സ്ഥലത്ത് വെച്ച് തരണം, അതിനുള്ള സ്ഥലം സൗകര്യമൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുക, പറ്റുകയില്ല, ഇതുപോലൊന്നും പറ്റുകയില്ല, അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല. ആ പണിയാനേൽപ്പിച്ചയാളിൻ്റെ ഇഷ്ടത്തിരുത്തവണ്ണം പ്ലാൻ മാറ്റാനല്ല, ഒരു നല്ല ആർക്കിടെക്റ്റിനെ കൊണ്ട് ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയത്. ആ പ്ലാൻ അനുസരിച്ച് പണിയാനാണ് ഈ പണിയുന്നയാളിൻ്റെ കയ്യിൽ ഇത് കൊണ്ട് കൊടുത്ത് കാശൊക്കെ കൊടുത്ത് ചുമതല ഏൽപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ കാൽവറിയിൽ മാനവകുലത്തിനു വേണ്ടി തൻ്റെ ജീവൻ നൽകി അവസാന തുള്ളി ചുടുരക്തം വരെയും ഒഴുക്കി തിരുസഭയെ തിരുരക്തത്തിലൂടെ ജീവനുള്ള പുതുവഴിയിലൂടെ സമ്പാദിച്ചെടുത്ത കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിലൂടെയല്ലാതെ വിശ്വാസ ജീവിതം ഞാനും നിങ്ങളും നയിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നിത്യതയുടെ തുറമുഖത്ത് ആയാറിൻ തീരത്ത് ഞാനും നിങ്ങളും ചെന്നെത്തപ്പെടുകയില്ലെന്നുള്ളത് സത്യവും വ്യക്തവുമായ കാര്യമാണ്. അശുദ്ധിയുടെ വിശുദ്ധിക്ക് നിരക്കാത്ത അസന്മാർഗികതയുടെയും മ്ലേച്ഛതയുടെയും മലീമസമായ ജീവിത അനുഭവങ്ങളുടെയും തിരതള്ളലുകൾ ആത്മീയ അനുഭവങ്ങളിലേക്ക് വിശ്വാസ മാർഗത്തിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മിടുക്കന്മാരും കഴിവുള്ളവരും ബുദ്ധിമാന്മാരും ആത്മീക മേഖലകളെ അടക്കി വാഴുന്ന ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുടെയും ഭക്തിയുള്ളവരുടെയും മൂല്യങ്ങൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലങ്ങളിൽ എൻ്റെ പ്രിയരോട്, ഈ സഭയിൽ ആരാധിക്കുന്ന, ഇന്ന് രാത്രി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശബ്ദവാഹിനിയുടെ പരിധിയിൽ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, എങ്ങനെയെങ്കിലൊക്കെ ജീവിതം കഴിച്ചുകൂട്ടാൻ ചിന്തിക്കരുത്. എങ്ങനെയൊക്കെ ആത്മീക ജീവിതം പണിയാനായിട്ട് ചിന്തിക്കരുത്. ഫലകരവും വിജയകരവുമായ ഒരാത്മീക ജീവിതം ചെയ്തെടുക്കത്തക്കവണ്ണം പണിതെടുക്കത്തക്കവണ്ണം ഈ രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പറയുകയും വേണം. വചനം മാറോടടുക്കി പിടിച്ചു പറയണം, അപ്പാ എൻ്റെ കുടുംബം പണിയേണ്ടത്, ഞാൻ പണിയേണ്ടത്, എൻ്റെ മിനിസ്ട്രി, എൻ്റെ ലൈഫിൻ്റെ സമസ്ത മേഖലകൾ പണിയപ്പെടേണ്ടത് തിരുവെഴുത്തിൻ മാതൃക പ്രകാരമായിരിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് കല്യാണം കഴിഞ്ഞ് വിളിച്ചിട്ട് പിറ്റേ ദിവസം പോടാന്ന് പറയുന്ന ഒരു കാലത്തിലാണ് ഞാനും നിങ്ങളൊക്കെ എത്തപ്പെട്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 2 ദിവസം ഒരുമിച്ച് താമസിച്ച് 3-ാം ദിവസം വിവാഹമോചനത്തിലേക്ക് നയിക്കപ്പെട്ട കേസുകൾ വരെ മുൻപിൽ എത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയരോട് പറയുന്നു, മാതൃക കർത്താവിൻ്റെതായിരിക്കണം. നമ്മളതിലേക്ക് വേഗം വന്ന് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. മാതൃക കർത്താവ് കാണിച്ചതിന് പ്രകാരമായിരിക്കണം. സമാഗമന കൂടാരം എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് എൻ്റെ ചിന്ത. സ്തോത്രം. ബൈബിളിലെ സഞ്ചരിക്കുന്ന ദൈവാലയമായിരുന്നു സമാഗമന കൂടാരം. അതിൻ്റെ നീളം, വീതി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതിൻ്റെ കൂടാരം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ മക്കളെ? കേട്ടിട്ടില്ലേ? ഉണ്ട്. സമാഗമന കൂടാരത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? 3. ഉറപ്പാണ്? ഓക്കെ, സ്തോത്രം. നിങ്ങൾ മിടുക്കരാണല്ലോ. 3 ഭാഗങ്ങളുണ്ട് സമാഗമന കൂടാരത്തിന്. ഏതൊക്കെയാണ്? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ 3 സ്ഥലങ്ങളിലായിട്ട് പ്രധാനപ്പെട്ട എത്ര ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ടെന്നറിയാമോ? ഇന്നിവിടെ ബോക്സ്, ഈ മൈക്ക് വെക്കുന്ന സ്റ്റാൻഡ്, ഒരു വീഡിയോ ക്യാമറ, പിന്നെ ഒരു ടേബിള്, ഇങ്ങനെ പല ഉപകരണങ്ങൾ ഈ ആലയത്തിനകത്തുണ്ട്. കറങ്ങുന്ന ഫാനുകൾ, ലൈറ്റുകൾ, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. ഇതുപോലെ
സമാഗമന കൂടാരത്തിൻ്റെ ഈ 3 ഭാഗങ്ങളിലായിട്ട് പ്രധാനപ്പെട്ട ചില ഉപകരണങ്ങൾ വെച്ചിരുന്നു. എത്ര ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു? 7. ഇടുക്കി 7 ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രാകാരത്തിൽ എത്ര ഉപകരണം ഉണ്ടായിരുന്നു? 2. പ്രാകാരത്തിൽ എത്ര ഉപകരണം ഉണ്ടായിരുന്നു? 2 എണ്ണം ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? യാഗപീഠം, താമ്രത്തൊട്ടി. യാഗപീഠം, താമ്രത്തൊട്ടി. ഇത് നമ്മുടെ ഈ പുതിയ നിയമകാലത്തിലെ ആത്മീയ ജീവിതത്തിന് നിഴലായി യാഥാർത്ഥ്യങ്ങളായി നിൽക്കുന്ന ചില അനുഭവങ്ങളാണ്. നമുക്കത് ചിന്തിക്കണം. അടുത്തത് വിശുദ്ധ സ്ഥലമാണ്. വിശുദ്ധ സ്ഥലത്ത് എത്ര ഉപകരണമുണ്ട്? 3 ഉപകരണങ്ങളുണ്ട്. വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങളുണ്ട്. ഏതൊക്കെയാണത്? കാഴ്ചപത്രമേശ, നിലവിളക്ക് അഥവാ കവരവിളക്ക്, ധൂപപീഠം. കാഴ്ചപത്തിന് മേശ, നിലവിളക്ക്, ധൂപപീഠം. 3 ഉപകരണങ്ങൾ. ഇനി നമുക്കറിയാം 2 കൂടെ ഉള്ളൂ. അതിരിക്കുന്ന എവിടെയാണ്? അതിപരിശുദ്ധ സ്ഥലത്ത്, വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന 2 ഉപകരണങ്ങൾ. അതേതൊക്കെയാണ്? സാക്ഷ്യപ്പെട്ടകവും കൃപാസനവും. സാക്ഷ്യപ്പെട്ടകവും അതിന്മീതെ ദൈവത്തിൻ്റെ കൃപാസനവും. ഇങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ട് 7 ഉപകരണങ്ങൾ ദൈവം കാണിച്ച മാതൃക പ്രകാരം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മോശ. സ്തോത്രം. മരുഭൂമിയിലെ കാറ്റ് അടിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികൾ സമാഗമന കൂടാരത്തിനകത്ത് വെച്ചിരിക്കുന്ന ഉപകരണങ്ങളെ ചീത്തയാക്കാതെ, കാഴ്ചയപ്പത്തിൻ്റെ മേശയെയും താമ്രത്തൊട്ടിയെയും യാഗപീഠത്തെയും അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിശുദ്ധ ഉപകരണങ്ങളെയൊക്കെ ചീത്തയാക്കാതെ 48 പുറം പലകകൾ കുറ്റികളിലും കൊളുത്തുകളിലും അന്താഴങ്ങളിലും ഉറപ്പിച്ചു വെച്ചുകൊണ്ട് മൂടുവിരികളാലും തിരശീലകളാലും ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സഞ്ചരിക്കുന്ന ഒരു ദൈവാലയം. പ്രാകാരത്തിലേക്ക് ഞാൻ നിങ്ങൾ ഈ രാത്രി ഒന്ന് കയറി ചെല്ലുകയാണ്. പ്രാകാരം. അവിടെ ഇരിക്കുന്ന 2 ഉപകരണങ്ങൾ. ആദ്യം വെച്ചിരിക്കുന്നത് യാഗപീഠം. അതിന് തൊട്ടപ്പുറത്തായി താമ്രത്തൊട്ടി ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. സ്തോത്രം. പ്രാകാരത്തിനകത്ത് വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സൂര്യനാണ്. സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിലാണ് പ്രാകാരത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾ ഓരോന്നും നടക്കുന്നത്. മൃഗത്തെ കൊണ്ടുവന്ന് കണ്ടിക്കുന്നതും അതിനെ തോലുരിക്കുന്നതും അതിനെ സ്ലൈസ് ആക്കുന്നതും കഷ്ണം കഷ്ണമാക്കുന്നതൊക്കെ സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിലാണ്. അതിനെ കഷ്ണം കഷ്ണമാക്കി യാഗപീഠത്തിലേക്ക് വെച്ച് സ്വർഗത്തിൽ നിറങ്ങുന്ന തീയൊക്കെ അതിലേക്ക് പകർന്നിട്ട് പുരോഹിതൻ മുൾക്കൊളുത്ത് എന്ന ഒരു ഉപകരണം പിടിച്ചുകൊണ്ട്, അഥവാ മുപ്പല്ലി എന്ന ഒരു ഉപകരണം പിടിച്ചുകൊണ്ട് യാഗപീഠത്തിന് ചുറ്റും നടക്കുകയാണ്. എന്തിനെന്നറിയാമോ? ഈ കഷ്ണം കഷ്ണമാക്കി വെച്ചിരിക്കുന്ന മാംസങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുവാൻ. വീടിനകത്ത് അമ്മമാർ അയലയും മത്തിയും നെയ്മീനൊക്കെ പൊരിക്കുമ്പോൾ വറക്കുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കത്തില്ല, വേവിക്കാനായിട്ട്, നന്നായി വെന്ത് വരുവാനായിട്ട്. ഓംലെറ്റ് അടിക്കുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നത് പോലെ, ദോശ ഉണ്ടാക്കുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്നത് പോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. എന്തിനാ? നന്നായി വേകാൻ, നന്നായി വേകാൻ, നന്നായി വേകാൻ, ചാരമാകാൻ. മുൾക്കൊളുത്തുകൊണ്ട്, മുൾപ്പല്ലി കൊണ്ട് തിരിച്ചും മറിച്ചും കുത്തിയൊക്കെ ഇട്ടുകൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് ചില സഭകളിൽ പറയുന്നത് ഈ തൃക്കണ്ണാപുരത്ത് അതൊന്നും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഞങ്ങളുടെ ചെമ്പൂരും റാന്നിയിലൊക്കെ ഉണ്ട്. എൻ്റെ നേറ്റീവ് പ്ലസ് റാന്നിയാണ്. അവിടെയൊക്കെ ഇപ്പോൾ കർമ്മമണ്ഡലം കുറച്ച് വർഷങ്ങളായിട്ട് ചെമ്പൂരാണ്. സ്തോത്രം. എനിക്ക് പരിചയമുള്ളൊരു മുഖത്തെ ഞാനിവിടെ കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. ചില ഞായറാഴ്ച ചില വിശ്വാസി പറയും, ഇന്ന് ആ പാസ്റ്റർ എനിക്കിട്ട് മാന്തുമായിരുന്നു, എന്നെ ഇട്ട് കുത്തുമായിരുന്നു, എന്നെയാണ് തോണ്ടിയത്. ഇവിടെ ഒന്നും അങ്ങനെ പറയും. തൃക്കണ്ണാപുരത്തൊന്നും പറയത്തില്ല. പക്ഷേ റാന്നിക്കാരും പറയും, ചെമ്പൂരുകാരൊക്കെ പറയും. അങ്ങോട്ടൊന്നും പറഞ്ഞു കളയരുത് കേട്ടോ. ഇന്ന് പാസ്റ്റർ മനഃപൂർവ്വം എന്നെ ഇട്ട് കുത്തുകയായിരുന്നു. വിസിറ്റിങ്ങിനൊക്കെ ചിലവും പറയും, എൻ്റെ ആ പ്രശ്നം പാസ്റ്ററോട്ട് പറഞ്ഞുകൊണ്ടില്ലേ, ഇന്ന് വചനം വന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്നെ കുത്തുകയായിരുന്നു. പക്ഷേ എപ്പോഴാണ് നമുക്ക് ഈ കുത്തിയെന്നും മാന്തിയെന്നൊക്കെ തോന്നുന്നത്? വാസ്തവത്തിൽ കുത്തുകയും മാന്തുകയും തോണ്ടുകയും ഒന്നും ചെയ്യുകയല്ല, മറിച്ച് എന്താ ചെയ്യുന്നതെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, മാനസാന്തരത്തിനായി വചനം നമ്മുടെ ഉള്ളിൽ ഇടപെട്ടതാണ്. മാനസാന്തരത്തിനായി വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യപ്പെട്ടതാണ്. മാനസാന്തരത്തിനായി വചനം ക്രിയ ചെയ്യപ്പെട്ടപ്പോൾ 3000 പേര് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരാനിടയായി. എന്നെയും നിങ്ങളെയും എവിടെയെങ്കിലും വചനം തൊടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കുത്തിയെന്നല്ല, വെട്ടിയെന്നല്ല, മാന്തിയെന്നല്ല, തോണ്ടിയെന്നല്ല, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നാണ്. അപ്പോൾ നോക്കിക്കേ,
വേഗാതെ കിടന്ന് നാറാതിരിക്കുന്നതിനാണ് പുരോഹിതൻ മുൾക്കൊളുത്തുകൊണ്ട് മുപ്പല്ലി കൊണ്ട് ഈ മാംസ കഷ്ണത്തെ തിരിച്ചും മറിച്ചുമൊക്കെ യാഗപീഠത്തിൽ വെച്ചു കൊടുക്കുന്നത്. സുവിശേഷ യോഗങ്ങൾ ക്രമീകരിച്ച് നാട്ടിലൊക്കെ നോട്ടീസൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ ആളുകളെ വിളിച്ചു കൂട്ടുന്നതിൻ്റെ പിന്നിൽ ഉദ്ദേശം ഒന്നേ ഉള്ളൂ: പാപത്തിൻ്റെ മലീമസമായ അനുഭവങ്ങളിൽ ആളുകൾ നാറരുത്, ആളുകൾ കേടായി പോകരുത്. മറിച്ച് ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്താൽ രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മക്കളായി ഈ ഭൂമിയിൽ ജീവിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ യാഗപീഠം നൽകുന്ന സൂചന. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷാമാർഗത്തെയാണ് ഈ യാഗപീഠം വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ചിന്ത പറഞ്ഞു പോയതിൻ്റെ പേരിൽ പറയാം. പുരോഹിതൻ്റെ കണ്ണിൽപ്പെടാതെ ഒരു മാംസകഷ്ണം തെറിച്ച് താഴെ വീണ് കിടക്കുന്നുവെന്ന് വിചാരിക്കുക. അദ്ദേഹം കണ്ടില്ല. കുറേ കഴിയുമ്പോൾ അത് സ്മെല്ല ആകാൻ തുടങ്ങും, നാറാൻ തുടങ്ങും. അങ്ങനെ നാറാതിരിക്കുന്നതിനാണ് ആ താഴെ വീണ കഷ്ണത്തെ പുരോഹിതൻ വീണ്ടും കുത്തിയെടുത്ത് കത്തുന്ന യാഗപീഠത്തിലേക്ക് വെക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മകൾക്ക് വരണമെന്ന് പറയുന്നത്, ഉപവസിക്കണമെന്ന് പറയുന്നത്, പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്, കുടുംബ പ്രാർത്ഥനകൾ നടത്തണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? കൂട്ടം വിട്ട് നടന്ന് നാറുന്നതിനേക്കാൾ നല്ലതാണ് ആത്മീക കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് അവിടെ ഇറങ്ങുന്ന ആത്മീക അഗ്നിയിൽ ഞാനും നിങ്ങളും കത്തിച്ചാമ്പലാകുന്നത്. കത്തിച്ചാമ്പലാകുക എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ശരീരമില്ലാത്തവരായി ചാരമാകുക എന്നല്ല. നമ്മളൊക്കെ പാടാറുണ്ട്, സ്തോത്ര, മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന് അശുദ്ധിയെ നീക്കിടണേ. നമ്മൾ പാടാറുണ്ട്. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്തായി തീരട്ടെ, നമ്മൾ പാടാറുണ്ട്. പക്ഷേ പാട്ട് മാത്രമേ ഉള്ളൂ. നമ്മളിലെ അസൂയയും കുശുമ്പും കുന്നായ്മയും കുത്തിത്തിരിപ്പും വെട്ടിത്തിരിപ്പും ചവിട്ടിത്താക്കലും ഇതൊന്നും നമ്മളിൽ ചാരമാകുന്നില്ല. ക്രോധത്തെയും കോപത്തെയും എല്ലാം യാഗമാക്കുന്ന ചാരമാക്കുന്ന ഒരിടമായി നമ്മുടെ സുവിശേഷ യോഗങ്ങളും നമ്മുടെ ആത്മീക കൂട്ടായ്മകളും ആത്മീയ ആരാധനകളും മാറപ്പെടണം എന്നുള്ള കാര്യം ഈ രാത്രി മറക്കരുത്. ഫ്ലഷ്, ജഡം എന്നും പ്രശ്നക്കാരനാണ്. ജഡം എപ്പോഴും പ്രശ്നക്കാരനാണ്. ഈ ശബ്ദവാഹിനിയുടെ പരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരൊക്കെ അറിയണം, ജഡത്തിൻ്റെ ആസക്തികളും അതിൻ്റെ മോഹങ്ങളും അതിൻ്റെ വലയങ്ങളും പലപ്പോഴും മനുഷ്യനെ വിശുദ്ധനായ ദൈവത്തിങ്കിൽ നിന്നും അകറ്റി അശുദ്ധിയുടെ മേഖലകളിൽ വിരാജിക്കുവാൻ തക്കവണ്ണം, ഒഴുക്കിനനുസരിച്ച് നീന്തുവാൻ തക്കവണ്ണം വ്യാപൃതനാക്കുന്നതും ഒരുക്കുന്നതുമായ സംഗതിയാണ്. ജഡം നശിക്കാത്തിടത്തോളം, ജഡം ക്രൂശിക്കപ്പെടാത്തിടത്തോളം, ജഡം കരിഞ്ഞ് ചാമ്പലാകാത്തിടത്തോളം കാലം വിശുദ്ധനായ ദൈവത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയില്ല എന്നുള്ള കാര്യം അറിയണം. വിശ്വാസ മാർഗത്തിൻ്റെ രക്ഷയിലൂടെ സംഭവിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. നമ്പർ 1 ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം, സ്തോത്രം. രണ്ടാമത്തെ കാര്യം ശുദ്ധീകരണം. മൂന്നാമത്തെ കാര്യമാണ് വിശുദ്ധീകരണം. വിശ്വാസ മാർഗത്തിൻ്റെ രക്ഷയിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ. 1 നീതീകരണം അഥവാ ജസ്റ്റിഫിക്കേഷൻ. നീതീകരണം എന്താണ്? നീതീകരണം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. എല്ലാ മനുഷ്യനും അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഒരപ്പനിലൂടെ അമ്മയിലൂടെ ജന്മമെടുത്തിട്ടുള്ള സകല മനുഷ്യരും പാപികളാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ പാപികളായി ജനിക്കപ്പെട്ട മനുഷ്യൻ്റെ ജീവിത മാർഗത്തിൽ അവനെ വിശ്വാസ മാർഗത്തിലേക്ക് തിരിച്ചെടുക്കുന്ന ദൈവിക പദ്ധതിയുടെ 1ാമത്തെ ഭാഗമാണ് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുന്ന നീതീകരണം എന്ന് പറയുന്നത്. നീതീകരണം. അതുകൂടാതെ എനിക്ക് നിങ്ങൾക്കും ആർക്കും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. അതൊരു കോടതി വാക്കാണ്, കോടതി വേടാണ്. കുറ്റക്കാരനായിരിക്കുന്ന ഒരുവനെ കുറ്റമില്ലാത്തവനായി പ്രഖ്യാപിക്കുന്ന അനുഭവമാണ് നീതീകരണം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, പ്രതി കുറ്റം ചെയ്ത ആളാണ്. എന്നാൽ സാക്ഷിമൊഴികളുടെയും മറ്റും അഭാവം കൊണ്ട് ജഡ്ജി പറയുകയാണ്, ഈ മനുഷ്യൻ കുറ്റക്കാരനല്ല,
ജഡ്ജി അങ്ങനെ കുറ്റക്കാരനല്ല എന്ന് പ്രഖ്യാപിച്ച് വിട്ട ഒരു പ്രതിക്ക് പിന്നെയും പോലീസിനെ കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്. ഞാനും നിങ്ങളും പാപികളായിരുന്നു, നമ്മൾ ദോഷികളായിരുന്നു, ശാപത്തിൻ കീഴിൽ അടയ്ക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്ന നീതിമാനായ ജഡ്ജി തൻ്റെ തിരുരക്തം കൊണ്ട് കാൽവരിയിൽ വരുത്തിയ പാപ പരിഹാര ബലിയാൽ, പാപ പരിഹാര യാഗത്താൽ എൻ്റെയും നിങ്ങളുടെ സകല പാപങ്ങളെയും ജഡത്തിലെയും ആത്മാവിലെയും കൺമിഷങ്ങളെയും പരിശുദ്ധ രക്തത്താൽ പോക്കി എന്നെയും നിങ്ങളെ ശുദ്ധീകരിച്ച് നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്ന ദൈവീക രക്ഷണ്യ പദ്ധതിയുടെ ഒന്നാമത്തെ പടിയാണ് നീതീകരണം. നീതീകരണം. രണ്ടാമത്തെ പടിയാണ് ശുദ്ധീകരണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ കഴിയുകയില്ല. നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. എന്താണ് ശുദ്ധീകരണം? നീതീകരണം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണെങ്കിൽ, ശുദ്ധീകരണം പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. എൻ്റെ പൊന്നു പാസ്റ്റേ, പാപം പാപം പാപം, ഇവിടെ ഒന്നും പാപമൊന്നുമില്ല, ഞങ്ങളിൽ പാപമില്ല. പാപം ഈ ലോകത്തിലില്ലെങ്കിൽ പിന്നെ ഇന്ന് രാത്രി ഇവിടെ യോഗത്തിന് വന്നിരുന്നവരൊക്കെ നിങ്ങളുടെ വീട് പൂട്ടിയിട്ട് എന്തിനാണ് വന്നത്? നിങ്ങളുടെ വണ്ടി കൊണ്ട് വെച്ചെടുത്തുനിന്ന് അതിലെ താക്കോൽ എന്തിനാ എടുത്തു മാറ്റി കൈ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനും വണ്ടി സെൻട്രൽ ലോക്ക് ചെയ്ത് കീ ഇവിടെ കൊണ്ട് വെച്ചിട്ടിരിക്കുക. ലോകത്തിൽ പാപമില്ലെങ്കിൽ, ഭൂമിയിൽ പാപികളില്ലെങ്കിൽ നമ്മുടെ വീട് എന്തിനാണ് അടയ്ക്കുന്നത്? വണ്ടിയുടെ താക്കോൽ എന്തിനാണ് എടുത്തു മാറ്റുന്നത്? എന്തിനാണ് സെൻട്രൽ ലോക്ക് ചെയ്ത് കീയും കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത്? രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ അകത്തായിട്ട് എന്തിനാണ് നമ്മുടെ വീടിൻ്റെ മുൻവാതിലും പുറകുവാതിലൊക്കെ പൂട്ടുന്നത്? ലോകത്തിൽ എന്തോ ഉണ്ട്? പാപമുണ്ട്. കൊലയും അസന്മാർഗികതയും ഒക്കെ പാപത്തിൻ്റെ പരിണിത ഫലമായി ഇന്ന് അരങ്ങേറുന്ന കൂത്തുകാഴ്ചകളാണ്. എത്രയെത്ര ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും പത്രത്താളുകൾ നമ്മൾ കാണുകയാണ്. മനുഷ്യനെങ്ങും സുരക്ഷിതരല്ല, പ്രായഭേദമന്യേ മനുഷ്യർ സുരക്ഷിതരല്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സമീപ പ്രദേശമായ വാഴിച്ചൽ തെരുവിൽ അന്തി ഉറങ്ങുന്ന ആരോരുമില്ലാത്ത ഒരമ്മ, ഏത് നാട്ടിൽ നിന്ന് വന്നെന്നോ എവിടെ വന്നെന്നോ അറിയില്ല, 86 വയസ്സുകാരി വാഴിച്ചൽ ചന്തയിൽ അവിടെയുള്ള കൊച്ചു പൊട്ടിപ്പൊളിഞ്ഞ ഷെഡിനകത്ത് അന്തി ഉറങ്ങുന്ന ഒരമ്മ, കശ്മലന്മാരാൽ ഒരു രാത്രി കുളിക്കാത്ത നനയ്ക്കാത്ത ഒരമ്മ, നാറ്റം വമിക്കുന്ന 86 വയസ്സുള്ള ഒരമ്മ പിച്ചി ചീന്തപ്പെടുമ്പോൾ, എൻ്റെ പ്രിയരെ, പത്രത്താളുകളുടെ അത് വായിച്ചറിയുമ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് നേരായ വഴികളിലല്ല. കള്ളും കഞ്ചാവും വിവിധ മയക്കുമരുന്നുകളും അത്യാധുനിക വേർഷൻ മയക്കുമരുന്നിൻ്റെ വിവിധ ഉപയോഗങ്ങൾ, വിവിധ വ്യാപനങ്ങൾ നമ്മുടെ തലമുറയൊക്കെ കാർന്ന് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപം അതിൻ്റെ കഠിനമായ കരങ്ങൾ കൊണ്ട് പലതിനെയും പിടിച്ചൊതുക്കുന്നതും അടക്കുന്നതും നമ്മൾ അറിയാതെ പോകരുത്. വിശ്വാസികൾ എന്തിനേറെ പറയുന്നു, അല്പം അടിക്കാതെ ഉറക്കം വരാത്ത ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും എണ്ണ, ഒരു പുകയെടുക്കാതെ രാവിലത്തെ ദിനകൃത്യങ്ങൾക്ക് മൂട് വരാത്ത ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നമ്മുടെ സഭകൾക്കകത്തും ആൺ പെൺ വ്യത്യാസമില്ലാതെ ലിംഗഭേദമില്ലാതെ വർദ്ധിച്ചു വരുമ്പോൾ ഈ വചനം പറയുകയാണ്, ഈ വചനം കാണിക്കാത്ത മാതൃക പ്രകാരം പണിയപ്പെടുന്ന ഒരുപാട് പണികൾ ഇന്ന് ആത്മീക കൂട്ടങ്ങൾക്കിടയിൽ നടക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനമെന്ന വാൾ ഉയർത്തിക്കൊണ്ട് ക്രിസ്തുയേശുവിന്റെ വിശ്വസ്ത സാക്ഷിയായി, ദൈവരാജ്യത്തിന്റെ കാവലാളായി, ദൈവരാജ്യത്തിന്റെ വിശ്വസ്ത ഭടനായി നിന്നുകൊണ്ട് എളിയവൻ വിളിച്ചു പറയട്ടെ, വചനമെന്ന പടവാൾ ഉയർത്തിക്കൊണ്ട് അശുദ്ധിയുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അരുത്, നമ്മുടെ കുടുംബങ്ങളെ ഇങ്ങനെ വിട്ടുകൊടുക്കരുത്. അടിപിടികളും വഴക്കുകളും കേസുകളും ഒക്കെ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു പെരുകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിനകത്തിരിക്കുന്ന അമ്മപെങ്ങന്മാരെ, പിതാക്കന്മാരെ, സഹോദരന്മാരെ, വിശുദ്ധ സഭയെ പരിശുദ്ധാത്മാവിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എളിയവൻ ഓർപ്പിക്കുന്നു, അപ്പായോട് പ്രാർത്ഥിക്കണം. അപ്പായെ, എങ്ങനെയെങ്കിലൊക്കെ പണിയപ്പെടാനല്ല, എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാനല്ല, വിശുദ്ധ ബൈബിളിന്റെ മാതൃക പ്രകാരം പ്രാർത്ഥിക്കണം. അതിനായി ഒരുങ്ങണം. മൂന്നാമത്തെ കാര്യമാണ് വിശുദ്ധീകരണം. നീതീകരണം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണെങ്കിൽ, ശുദ്ധീകരണം പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണെങ്കിൽ, വിശുദ്ധീകരണം ദൈവത്തിൻ്റെ സ്വഭാവത്തോടും ദൈവത്തിൻ്റെ നീതിയോടും നമ്മെ ഏകീഭവിപ്പിക്കുന്നതാണ്, താതാത്മ്യപ്പെടുത്തുന്നതാണ്.
മനസ്സിലാകുന്നോ? ദൈവത്തിൻ്റെ നീതിയോട്, ദൈവത്തിൻ്റെ സ്വഭാവത്തോട് നമ്മെ ഏകീഭവിപ്പിക്കുന്നത്, ഒന്നാക്കി തീർക്കുന്നതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കൂടെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ബ്രദറുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ട്രിവാൻഡ്രം ഭാഷയിൽ അദ്ദേഹം കലഞ്ഞു നിൽക്കുന്നെന്ന് കേട്ടാൽ ഒറ്റ സ്ത്രീകൾ ആ വഴി പോവില്ല, പുരുഷന്മാർ പോവില്ല, പിന്നാട്ട് സ്ത്രീകൾ. സ്തോത്രം. നാടിനും വീടിനും ഭയമായിരുന്നൊരു മനുഷ്യനുണ്ട്. എന്നാൽ ഒരു ദിവസം ഒരു കർത്താവിൻ്റെ അഭിഷക്തനാൽ, എനിക്ക് മുമ്പ് അവിടെ ശുശ്രൂഷിച്ച, വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷിച്ച ഒരു അഭിഷക്തനാൽ താൻ യേശുവിനെ അറിയുവാനിടയായി. ഒരു വില്ലന്മാരെയും പേടിക്കാത്ത ഞങ്ങളുടെ ഒരു ശുശ്രൂഷകൻ, ഏതൊരാളുടെ സുവിശേഷം പറയാൻ മടിക്കാത്ത, ഇന്ന് പ്രായാധിക്യമായ ക്ഷീണങ്ങളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ഒരു അപ്പച്ചൻ, അദ്ദേഹം കർത്താവായ യേശുവിനെ കുറിച്ച് ഞങ്ങളുടെ ഈ അണ്ണനോട് പറഞ്ഞു. താൻ ഇന്നും പറയും. ആദ്യം പറഞ്ഞു, വേറെ പണി നോക്ക്, വിട്ടില്ല. പല പ്രാവശ്യം ഓരോ പ്രാവശ്യം ഒഴിഞ്ഞു മാറി. പക്ഷെ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ ഇവിടുന്ന് അനങ്ങിയാൽ മതിയെന്ന് ഈ പാസ്റ്റപ്പച്ചൻ പറഞ്ഞു. ആ ആഞ്ഞു സ്ഫുരിക്കുന്ന കണ്ണുകളുടെയും വാക്കുകളുടെയും മുൻപിൽ അദ്ദേഹം അവിടെ കുത്തിയിരുന്നു. ചെമ്പൂര് കവലയിലുള്ള ഒരു കടയുടെ തട്ടിലിരുന്നു കൊണ്ട് സുവിശേഷം പറഞ്ഞു. അവിടെ ഇരുന്ന് ഹൃദയം യേശുവിന് കൊടുത്തു. പടിപടിയായി മദ്യപാനവും പുകവലിയും നിർത്തുകയായിരുന്നില്ല. ആ ഒറ്റ ദിവസം കൊണ്ട്, യേശു ഉള്ളിൽ വന്ന ആ നിമിഷം കൊണ്ട്, പുകവലിയോട്, മദ്യപാനത്തോട്, അടിപിടിയോട്, കത്തിക്കുത്തിനോട്, അക്രമ പ്രവൃത്തികളോട്, പിടിച്ചുപറിയോട്, മോഷണങ്ങളോട്, സകല ദുർമാർഗങ്ങളോട് ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം വിട പറഞ്ഞു. ഇന്ന് പ്രായമൊക്കെയായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ഇന്നും വിശ്വസ്തയോടെ ഈ വിശ്വാസമാർഗത്തിൽ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. ഞാൻ പറയാൻ വന്നതിന് താല്പര്യം ഇത്രയേ ഉള്ളൂ. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ശക്തിയിൽ നിന്നും വിടുവിക്കപ്പെട്ട ഞങ്ങളുടെ വാത്സല്യ പിതാവ് കർത്താവിൻ്റെ സ്വഭാവത്തോടും കർത്താവിൻ്റെ നീതിയോടും വിശുദ്ധീകരണത്തിലൂടെ താതാത്മ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവിനായി ഇന്നു രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗം എൻ്റെയും നിങ്ങളുടെയും ആത്മരക്ഷയ്ക്ക് മാത്രമല്ല, അത് ദേഹരക്ഷയ്ക്കും കൂടിയുള്ളതാണ്. കർത്താവായ യേശു നൽകുന്ന രോഗസൗഖ്യത്തിൽ എളിയവൻ ഇന്നും വിശ്വസിക്കുന്നു. 2012 ക്യാൻസർ നിർണയിച്ച എളിയവൻ, 9ഓളം സർജറികൾക്ക് വിധേയനായ എളിയവൻ ഈ 2024 ഇങ്ങനെ നിന്നുകൊണ്ട് കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം അറിയാം, ജീവിക്കുന്ന ഒരു കർത്താവ് ഇന്നും സ്വർഗത്തിലുണ്ട്. ക്യാൻസർ ജീവിതത്തിന്റെ അവസാന വാക്കല്ല, ഫൈനൽ വേർഡല്ല. ലോകം പറയും, വൈദ്യശാസ്ത്രം പറയും the time is over, എന്ന സ്വർഗം നമ്മൾ പറയും the time is not over and still there is hope. സമയം കഴിഞ്ഞിട്ടില്ല, സാധ്യതകൾ ഇന്നുമുണ്ട്. ഏതെങ്കിലും രോഗത്തെ അകാരണമായി ഭയന്ന് പേടിച്ച് ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവരായിരിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രി ഇപ്രകാരം വിളിച്ചു പറയട്ടെ, സകല രോഗങ്ങളെയും കാൽവറിയിൽ വഹിച്ച് അടിപ്പിണരുകളാൽ സൗഖ്യമേകിയ ഒരു രക്ഷകനുണ്ട്. കർത്താവായ യേശുവേ എന്നൊരൊറ്റ വിളിയിൽ, അപ്പാ എന്നൊരൊറ്റ വിളിയിൽ, മകനെ മകളെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ച് നിൽക്കുന്ന ഒരു രക്ഷകൻ നമുക്ക് കർത്താവും വീണ്ടെടുപ്പുകാരനും സർവോപരി ദൈവമായി ഉള്ളതുകൊണ്ട് ഈ രാത്രി ഭയപ്പെടരുത്, പേടിക്കരുത്. കർത്താവിൽ ട്രസ്റ്റ് ചെയ്യട്ടെ, ആശ്രയിക്കട്ടെ. ദൈവത്തോട് പറയുക, അങ്ങാണ് എൻ്റെ രക്ഷകൻ, എനിക്ക് വിശ്വസിക്കാനും ആശ്രയിക്കാനും ഒരു ദൈവമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക. അതല്ലേ കോരപുത്രന്മാർ ചെയ്തത്. ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നു, അവൻ ജീവപര്യന്തം ഞങ്ങളെ വഴി നടത്തും. എനിക്ക് വിശ്വസിക്കാനും ആശ്രയിക്കാനും ഒരു ദൈവമുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ എളിയവൻ പറയുന്നൊരു വാക്കാണ്, എനിക്ക് വിശ്വസിക്കാനും ആശ്രയിക്കാനും ഒരു ദൈവമുണ്ട്. അല്ലാതെ ആരാ ഉള്ളത്? RCC ഉണ്ടെന്നല്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഉണ്ടെന്നല്ല, വലിയ വിദഗ്ധന്മാരായ ഡോക്ടർമാരുണ്ടെന്നല്ല, ബന്ധുബലമുണ്ടെന്നല്ല, രാഷ്ട്രീയ ബലമുണ്ടെന്നല്ല, ഒരു ഫാമിലി ഉണ്ടെന്നല്ല. എനിക്ക് വിശ്വസിക്കാനും ആശ്രയിക്കാനും ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി അത് അറിയണം. യാഗപീഠം നൽകുന്ന ആത്മീയ അർത്ഥങ്ങൾ, അതിൻ്റെ രക്ഷ സ്വന്തമാക്കാൻ, കരസ്ഥമാക്കാൻ നമുക്കിടയാകണം. രണ്ടാമത്തെ കാര്യം വേഗത്തിൽ പറയാം, താമ്രത്തൊട്ടി. സ്തോത്രം. താമ്രത്തൊട്ടി. സമയം ശീഘ്രം പോകുന്നല്ലോ, കൃത്യസമയം നിർത്തുകയും വേണം. താമ്രത്തൊട്ടി
അതിനെക്കുറിച്ച് പുറപ്പാട് നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, അഹരോന്റെ പുത്രന്മാർ കൈയും കാലും കഴുകണം. അതെന്തിനു വേണ്ടിയാണ് കൈയും കാലും കഴുകുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, മരിക്കാതിരിക്കേണ്ടതിന്. അകത്ത് കയറി വരുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. നമ്മുടെ നാട്ടിലെ ഒരു മതസമൂഹം ഇന്നും അവരുടെ ആരാധനാലയങ്ങളിൽ കയറുമ്പോൾ അംഗശുദ്ധി വരുത്തിയിട്ടേ അവരുടെ ആലയത്തിനകത്ത് കയറത്തുള്ളൂ. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, റോമർ 12:1, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. നിങ്ങൾ രണ്ടും കൂടെ കൈ പിടിച്ച് ഓടിക്കരുത്. സ്തോത്രം. യാഗമായി സമർപ്പിക്കുവീൻ. എന്ത് ചെയ്യുക? എന്തിനെ സമർപ്പിക്കുക? ശരീരങ്ങളെ. എന്തിനെ സമർപ്പിക്കുക? ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. താമ്രത്തൊട്ടി കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തത്താൽ പ്രാപിക്കേണ്ട കഴുകലിനെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും മുഴങ്കാൽ മടക്കുമ്പോൾ കയറി വന്നങ്ങോട്ട് ഇരുന്ന ഉടനെ അന്യഭാഷ പറഞ്ഞൊന്നും തുടങ്ങരുത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്, പലതും കാണുന്നവരാണ്, പലതും കേൾക്കുന്നവരാണ്, ചിലതൊക്കെ പറയുന്നവരാണ്. ദൈവം ഭാഗ്യം ഒന്നിരുന്ന്, കർത്താവേ, ആ പരിശുദ്ധ നിണത്താൽ എന്നെ ഒന്ന് കഴുകണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ഒരുക്കപ്പെട്ടിട്ടൊക്കെ വേണം യേശുപ്പായുടെ മുമ്പിലോട്ട് വന്നിരുന്ന് കർത്താവിനെ ആരാധിപ്പാൻ. ഞാൻ ബഹുമാനിക്കുന്ന ഒരു കൂട്ടരുണ്ട്, ബ്രദറൻ സമൂഹം. അവരെല്ലാ ഞായറാഴ്ചയും വിശുദ്ധ സഭായോഗം ആരംഭിക്കുന്നത് ക്രൂശിനെ ധ്യാനിച്ചിട്ടാണ്. കർത്താവിനെ ധ്യാനിക്കാതെ, ക്രൂശിനെ ധ്യാനിക്കാതെ ഒരു സഭായോഗങ്ങൾ പോലും അവർക്ക് ഇല്ല. ഇന്നു രാത്രി എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയരോട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. താമ്രത്തൊട്ടി വെച്ചിരിക്കുന്നത് കൈകാലുകൾ കഴുകണം. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ വിലയേറിയ രക്തം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും ഉള്ളത് നമ്മളെ കഴുകുവാൻ, നമ്മളെ ശുദ്ധീകരിക്കുവാൻ, നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നിൽക്കുകയാണ്. നമ്മൾ അതറിയണം. അതും അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അത് കുറച്ചേറെ വിശദീകരിക്കണമെന്നുണ്ടായിരുന്നു, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഭാഗമാണ് വിശുദ്ധ സ്ഥലം. അവിടെ ഇരിക്കുന്ന ഒന്നാമത്തെ ഉപകരണമാണ് കാഴ്ചയപ്പത്തിൻ്റെ മേശ. 2 അടുക്കുകളിലായി 6 അപ്പം വീതം 12 അപ്പം അവിടെ ഇരിപ്പുണ്ട്. ഓരോ ആഴ്ചകളിലും അത് എടുത്തു മാറ്റും. അത് കഴിക്കേണ്ടത്, എടുത്തു മാറ്റുന്ന അപ്പം കഴിക്കേണ്ടത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരല്ലാതെ ആ അപ്പം കഴിച്ചിട്ടുള്ളത് ഒരേ ഒരു രാജാവും കൂട്ടുകാരുമാണ്. ആരാണ് ആ രാജാവ്? ദാവീദും ആളുകളുമാണ് ഒരിക്കലത് കഴിക്കാനിടയായത്. അത് നമ്മുടെ ഇന്നത്തെ കർത്തൃമേശയ്ക്ക്, തിരുമേശയ്ക്ക് നിഴലായി നിൽക്കുകയാണ്. അതും അവിടെ അങ്ങനെ നിൽക്കട്ടെ. അതും ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. സമയത്തെയും വിസ്താരത്തെയും ഭയക്കുന്നത് കൊണ്ട് അവിടെ വിട്ടുമാറുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് ധൂപപീഠം. പ്രത്യേക വിധിപ്രകാരം തയ്യാറാക്കിയ ധൂപം 24 മണിക്കൂറും കെടാതെ ഇതിനകത്ത് ഇട്ടുകൊടുക്കും. മൃഗങ്ങളെയൊക്കെ അറുക്കുന്നിടമ, രക്തം വീഴുന്നതാ, കഴുകി വൃത്തിയാക്കിയെടുക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ അടുക്കളയ്ക്കകത്ത് മീനും മാംസവും ഒക്കെ വേവിച്ചിട്ട് നമ്മൾ വീട് പൂട്ടിയിട്ട് പോയി തിരിച്ചു ചെന്ന് കയറുമ്പോൾ ഒരു സ്മെല്ല് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എവിടെ? ഇതെല്ലാം ശീലമായി പാസ്റ്റേ എന്നാണ് പറയുന്നത്. ഇതെല്ലാം അല്ല, പുറത്തുനിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് പോകണം, ഒരു കെട്ട സ്മെല്ല് നിൽക്കും. അതിന് നമ്മൾ എയർ ഫ്രഷറും അതും ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്, റൂം ഫ്രഷറൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, സമാഗമന കൂടാരത്തിനകത്ത് നിത്യം സുഗന്ധം നൽകിക്കൊണ്ടിരുന്ന ഒന്നാണ് ധൂപപീഠം. പുതിയ നിയമവിശ്വാസിയോടുള്ള ബന്ധത്തിൽ ധൂപപീഠം സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസം കൂടാത്ത പ്രാർത്ഥന, രാപ്പകലില്ലാത്ത പ്രാർത്ഥന. ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന ധൂപം അണയല്ല് കെട്ടുപോകരുത്. പ്രൈസ് ഗോഡ്. 100 അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്, സാക്ഷ്യങ്ങളായി. വിസ്താരഭയത്താൽ അതോടെ നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന ഒരു വെളിപ്പാട് പുസ്തകം പറയുന്നു, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപകലശം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഒരു ധൂപമാണെങ്കിൽ, അതിൻ്റെ വാസന സ്വർഗം മണക്കുന്നതാണെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾക്കകത്ത്, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന ധൂപം ഒരിക്കൽ പോലും മുടങ്ങരുത്. അത് നിന്നു പോകരുത്. അത് രാപകലില്ലാതെ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അതിൻ്റെ സൗരഭ്യം വീശിക്കൊണ്ടേയിരിക്കണം.
എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥന ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്നുകിൽ പാപത്തിൽ നിന്ന് നമ്മളെ അകറ്റും, അല്ലെങ്കിൽ പാപം നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റും. പ്രാർത്ഥന പാപത്തിൽ നിന്ന് നമ്മളെ അകറ്റും, അല്ലെങ്കിൽ പാപം പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ ഏതെങ്കിലും ഒരു കാര്യം നടക്കും. അതുകൊണ്ട് കൃത്യമായി പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ശുശ്രൂഷയാണ് ആത്മാവിൻ്റെ പ്രാർത്ഥന. അതാ പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത്, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അതോടെ നിർത്തുകയാണ്. അടുത്ത കാര്യമാണ് കവരവിളക്ക്, നിലവിളക്ക്. വിശുദ്ധ സ്ഥലത്ത് വെളിച്ചം കൊടുക്കുന്നത് നിലവിളക്കാണ്. പ്രാകാരത്തിൽ വെളിച്ചം കൊടുക്കുന്നത് സൂര്യനാണെങ്കിൽ വിശുദ്ധ സ്ഥലത്ത് വെളിച്ചം കൊടുക്കുന്നത് നിലവിളക്കാണ്. സങ്കീർത്തനം പഠിപ്പിക്കുന്നു 119, 105, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ആമേ. പാതാളമേ മരണമേ എന്നുള്ള ആ പാട്ടിനകത്തിൻ്റെ ഒരു ശീലുണ്ട്. കൂരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായി അവൻ നിനക്ക് കൂട്ടിന് വരുന്താൻ കോലും വടിയും കൂടെന്നും ആശ്വാസമായി. എനിക്ക് പദ്യരാഗമില്ല, ഗദ്യരാഗമേ ഉള്ളൂ. വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ടാ അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടത്. കൂരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായി അവൻ നിനക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂരിരുളിൻ്റെ താഴ്വര നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാം. അവിടെയൊക്കെ വചനം വെളിച്ചമായി ഉണ്ടായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലും പോയിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എവിടെയും പോയിക്കോട്ടെ, അവരുടെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും ഉണ്ടെങ്കിൽ വചനം കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി അവരുടെ കാലുകൾ ഇടറാതെ പതറാതെ അന്ത്യത്തോളം കർത്താവിൽ ഉറച്ചു നിൽക്കേണ്ടതിന് പര്യാപ്തമായി മാറുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. വചനം നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ നമുക്ക് വെളിച്ചമായിരിക്കണം, പാതയ്ക്ക് പ്രകാശമായിരിക്കണം. അതും അവിടെ നിൽക്കട്ടെ. അടുത്ത മൂന്നാമത്തെ സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം. അവിടെ ഇരിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് സാക്ഷ്യപ്പെട്ടകം, നിയമത്തിൻ്റെ പെട്ടകം, കൃപാസനം. സാക്ഷ്യപ്പെട്ടകത്തിൽ 3 സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? മന്ന ഇട്ടുവച്ച പൊൻപാത്രം. അതിനകത്ത് മന്നയുണ്ട് കേട്ടോ, മന്നയിൽ മന്നയും ഉണ്ട്. മന്ന ഇട്ടുവച്ച പൊൻപാത്രം. അപ്പം ചോദിക്കുക എങ്ങനെ ക്രമിക്കാതിരുന്നത്, അതൊക്കെ പറയാം. രണ്ടാമത്തെ അഹരോന്റെ തളിർത്ത വടി. ഉണങ്ങിയ വടിയല്ല, തളിർത്ത വടി. ഒറ്റ രാത്രി കൊണ്ട് പൂത്ത് തളിർത്ത് കൽപ്പലകകൾ, നിയമം എഴുതിയ 2 കൽപ്പലകകൾ. ഇത് 3ഉം എവിടെയുണ്ട്? നിയമപ്പെട്ടകത്തിനകത്തുണ്ട്, സാക്ഷ്യപ്പെട്ടകത്തിനകത്തുണ്ട്. സ്തോത്രം. അതിൻ്റെ മീതെ കൃപാസനം, 2 കെരൂബുകൾ, ഒന്ന് അവിടെ നിങ്ങോട്ടും ഒന്ന് ഇവിടെ നിങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഒത്ത നടുക്കായി തമ്പുരാന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. പ്രാകാരത്തിൽ വെളിച്ചമേകുന്നത് സൂര്യനാണെങ്കിൽ, വിശുദ്ധ സ്ഥലത്ത് വെളിച്ചമേകുന്നത് നിലവിളക്കാണെങ്കിൽ, അതിപരിശുദ്ധ സ്ഥലത്ത് വെളിച്ചമേകുന്നത് സ്വർഗത്തിൽ നിറങ്ങി വരുന്ന തമ്പുരാന്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ തേജസ്സാണ് അതിപരിശുദ്ധ സ്ഥലത്തെ പ്രകാശമയമാക്കി മാറ്റുന്നത്. അതാണ് യെശയ്യാവിൻ്റെ പുസ്തകം പഠിപ്പിക്കുന്നത്. പകൽ നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കത്തില്ല, നിന്റെ ചന്ദ്രൻ മാഞ്ഞു പോകത്തില്ല. അടുത്ത വചനം പറയുക, യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹത്തോട് ആത്മാവിൽ ഇങ്ങനെ പറയട്ടെ, ലോകപ്രകാരം ചിലതൊക്കെ അസ്തമിച്ചേക്കാം, മാഞ്ഞു പോയേക്കാം, പക്ഷെ യഹോവ നിത്യപ്രകാശമായി വഴിയിൽ ജീവിതത്തിൽ വെളിച്ചമേകാൻ നമ്മോടൊപ്പം കൂടെയുണ്ട്. ഈ രാത്രി മറക്കരുത്, ഈ രാത്രി ഭയപ്പെടല്, ഈ രാത്രി പേടിക്കരുത്. കർത്താവിൽ വിശ്വസിക്കണം. നിത്യപ്രകാശമായി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അടുത്ത കാര്യം കൂടെ നോക്കിക്കേ. ഇതിനകത്ത് തളിർത്ത വടി, ഉണങ്ങാതെ വാടാതെ ഇല കൊഴിയാതെ, നമ്മുടെ ട്രിവാൻഡ്രം വാക്കിൽ ആ കായ തൊഴിഞ്ഞു പോകാതെ, റാന്നിക്കാർ പറഞ്ഞാൽ പൊഴിഞ്ഞു പോകാതെ അങ്ങനെ ഇരിക്കുക അഹരോന്റെ തളിർത്ത വടി. ഇതെങ്ങനെ വാടാതിരിക്കുന്നത്? ഇതെങ്ങനെ ഉണങ്ങാതിരിക്കുന്നത്? ഇതെങ്ങനെ ഇല പൊഴിഞ്ഞു പോകാതെ കായ തൊഴിഞ്ഞു പോകാതിരിക്കുന്നത്? മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, മന്നയും അതിട്ട് വെച്ച പൊൻപാത്രവും. കർത്താവിൻ്റെ അനുവാദമില്ലാതെ ആദ്യത്തെ ദിവസം പോയി രണ്ടാമത്തെ ദിവസത്തെ കൂടെ പറക്കിയാൽ അതെന്തായി പോകുകയാണ്? ക്രമിച്ചു നാറുകയാണ്. എന്നാൽ 6-ാം ദിവസം 7-ാം ദിവസത്തേക്ക് പറക്കിയാൽ അതെന്ത് ചെയ്യുന്നില്ല? ക്രമിക്കുന്നു, നാറുന്നുമില്ല.
എബ്രായ ലേഖനം 9:4 വായിച്ച് പുസ്തകം അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മന്ന എങ്ങനെ ക്രമിക്കാതിരുന്നു? അഹരോന്റെ വടി എങ്ങനെ അന്നും തളർപ്പോടെ നിന്നു? 40 വർഷം പഴകാത്ത ജീർണിക്കാത്ത ചെരുപ്പും ഉടുപ്പും കൊടുക്കാമെങ്കിൽ ഈ വടി തളിർപ്പോടെ മന്ന ക്രമിക്കാതെ സൂക്ഷിക്കാൻ ദൈവം തമ്പുരാനെ കൊണ്ട് പറ്റത്തില്ലേ? ഇടയ്ക്ക് ഒരു പ്രസംഗം യുക്തിവാദി പറഞ്ഞു, ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടൊന്നുമില്ല, ഇസ്രായേൽ ജനം നടന്നു പോയപ്പോൾ മുട്ടറ്റം വെള്ളമേ ഉള്ളായിരുന്നു, അവരതിലൂടെ നടന്നു പോയെന്ന്. ഉടനെ അവിടെ ഇരുന്ന ഒരു അമ്മച്ചി ഉറക്കെ ഹല്ലേലൂയ, ഗ്ലോറി, എൻ്റെ ദൈവത്തിന് മഹത്വം, ഗ്ലോറിക്ക് മഹത്വം എന്നൊക്കെ പറഞ്ഞു. ഉടനെ ഈ പ്രസംഗം ചോദിച്ചു, എന്താണ്? ഉടനെ പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, നീ പറഞ്ഞല്ലോ മുട്ടറ്റം വെള്ളമേ ഉള്ളായിരുന്നെന്ന്. ആ മുട്ടറ്റം വെള്ളത്തിൽ ഫറവോനെയും അവൻ്റെ ഇരുമ്പ് രഥങ്ങളെയും അവൻ്റെ കുതിരകളെയും എല്ലാം എൻ്റെ ദൈവം തമ്പുരാൻ മുക്കിക്കളഞ്ഞെങ്കിൽ എൻ്റെ മോനെ, എൻ്റെ ദൈവം തമ്പുരാൻ ആരാന്ന് ഓർത്തു പോയപ്പോൾ ഞാൻ അങ്ങ് സന്തോഷം കൊണ്ട് സ്തോത്രം ചെയ്താന്ന് പറഞ്ഞു. മതിയെന്നേ, മുട്ടറ്റം വെള്ളമുള്ളായിരുന്നു, ഇരിക്കട്ടെ. പക്ഷെ ആ മുട്ടറ്റം വെള്ളത്തിൽ ഫറവോനെയും അവൻ്റെ ഇരുമ്പ് രഥങ്ങളെയും അവൻ്റെ കുതിരകളെയും അവൻ്റെ കൂടെ വന്നവരെയൊക്കെ മുക്കി കൊന്നുകളഞ്ഞെങ്കിൽ നമ്മുടെ ദൈവം ആരാ? അത് ഓർത്തമ സ്തുതിച്ചു പോയതാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് യുക്തിവാദി വന്നാലും ഏത് നിരീശ്വരവാദി വന്നാലും ഒരു ഭക്തന് അവൻ്റെ ദൈവത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. അവൻ്റെ ദൈവത്തെക്കുറിച്ച് ഉത്തമ അറിവുണ്ടായിരിക്കണം. നമ്മോട് വാദപ്രതിവാദത്തിന് വരുന്നവരോട് ന്യായമായി യോഗ്യമായും നമ്മുടെ വിശ്വാസം പറയുവാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. അതവിടെ നിൽക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ക്രമിക്കാതെ വാടാതെ ഇരിക്കും. ഇനി ഇങ്ങനെ എണ്ണി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അവിടെ അവസാനിപ്പിച്ച് സമയത്തെ ഭയക്കുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് ഇരിക്കുന്ന ഈ സാധനങ്ങൾ കേടാകാതിരിക്കാൻ കാരണം, ഉണങ്ങാതെ വാടാതെ ഇല കൊഴിയാതെ കാ കൊഴിയാതെ മഞ്ഞ ക്രമിക്കാതെ നാറാതിരിക്കുന്നതിന് കാരണം ഒന്നേയുള്ളൂ, അതിന് മുകളിൽ ഒരു കൃപാസനം. ആ കൃപാസനത്തിലേക്ക് ഉയരത്തിൽ നിന്ന് തമ്പുരാൻ്റെ സാന്നിധ്യം അരിച്ചിറങ്ങുകയാണ്. തമ്പുരാൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന കൃപാസനത്തിന് അടിയിലിരിക്കുന്ന പെട്ടകത്തിനകത്ത് മന്ന ചീത്തയാകുന്നില്ല, ക്രമിക്കുന്നില്ല, നാറുന്നില്ല. അഹരോന്റെ തളിർത്ത വടി അതുപോലെ ഇരിക്കുകയാ. ഇല തൊഴിയുന്നില്ല, കാ കൊഴിയുന്നില്ല. ഇന്നു രാത്രി എന്നെ കേൾക്കുന്നവരെ, തമ്പുരാന്റെ സാന്നിധ്യം നമ്മുടെ വീടിനകത്ത് ഇറങ്ങി നിൽക്കുന്നെങ്കിൽ, തമ്പുരാന്റെ സാന്നിധ്യം നമ്മുടെ സഭയ്ക്കകത്ത് ഇറങ്ങി നിൽക്കുന്നെങ്കിൽ, തമ്പുരാന്റെ സാന്നിധ്യം ബഹുമാനപ്പെട്ട അനീഷ് പാസ്റ്ററിൽ ആമേൻ സ്തോത്രം ഈ എളിയവനിൽ ഇറങ്ങി നിൽക്കുന്നെങ്കിൽ, ഞങ്ങളുടെ ശുശ്രൂഷകൾ, നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറ, നമ്മുടെ ജീവിതം, നമ്മുടെ ഉപജീവന മാർഗങ്ങൾ, നമ്മുടെ വഴികൾ നാറത്തില്ല, ക്രമിക്കത്തില്ല, വാടത്തില്ല, ഉണങ്ങത്തില്ല. ഉണങ്ങുമെന്ന്, വാടുമെന്ന്, തകരുമെന്ന്, നശിക്കുമെന്ന് ആരൊക്കെ വെല്ലുവിളിക്കട്ടെ, ആരൊക്കെ ചലഞ്ച് ചെയ്യട്ടെ, വിശുദ്ധ തിരുവെഴുത്തിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാത്രി എളിയവൻ വിളിച്ചു പറയുന്നു, ആത്മസാന്നിധ്യം ഇറങ്ങുന്നതിൻ്റെ അടിയിലാണോ ഞാനും നിങ്ങളും വസിക്കുന്നത്? ആത്മസാന്നിധ്യത്തിൻ്റെ കീഴിലാണോ ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത്? എന്നെയും നിങ്ങളെയും മറ്റൊന്നിന് വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കുന്നതാണ് ദൈവ സാന്നിധ്യം എന്ന തിരിച്ചറിവ് ഈ രാത്രി നമുക്കുണ്ടാകട്ടെ. ഈ സാന്നിധ്യത്തിന്റെ ശക്തി മനസ്സിലായപ്പോഴാണ് മോശ പ്രാർത്ഥിച്ചത്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ അയക്കരുത്. തമ്പുരാന്റെ പ്രസൻസ്, തമ്പുരാന്റെ ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. മിസ്ഗൈഡ് ചെയ്യപ്പെടല്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവരുത്. നമുക്ക് ഈ രാത്രി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ആമേൻ സ്തോത്രം. ഏതാണ് സാക്ഷ്യപ്പെട്ടകം? സാക്ഷ്യപ്പെട്ടകം ഈ വിശുദ്ധ വചനത്തെ കാണിക്കുകയാണ്, ദൈവവചനത്തെ കാണിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടാക്കിയ ദൈവം കാണിച്ച മാതൃക പ്രകാരമാണ്. അർത്ഥാൽ ഈ ദൈവവചനത്തിനകത്ത് നിലനിന്നാൽ, വചനപ്രകാരം വചനത്തിനകത്ത് ഞാനും നിങ്ങൾ ഒതുങ്ങിയിരുന്നാൽ നമ്മുടെ കുടുംബം നാറത്തില്ല, നമ്മുടെ തലമുറകൾ നാറത്തില്ല, നമ്മുടെ ചേർച്ച് നാറത്തില്ല, നമ്മുടെ മിനിസ്ട്രികൾ തകരത്തില്ല. എന്നെയും നിങ്ങളെ നശിപ്പിക്കുമെന്ന്, ഇല്ലായ്മപ്പെടുത്തുമെന്ന് ആരൊക്കെ ചലഞ്ച് ചെയ്താലും ആമേൻ ഒരു ദോഷവും വരാതെ നമ്മെ നിലനിർത്തുന്ന ദൈവമുണ്ട്. വചനത്തിൽ ഞാനും നിങ്ങളും നിലനിന്നാൽ,
വചനത്തിനകത്ത് ഞാനും നിങ്ങൾ ഒതുങ്ങിയിരുന്നാൽ നമ്മളെ കൈവിടാതെ സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്ന തമ്പുരാനുണ്ട്. സാന്നിധ്യത്തിൻ്റെ മറവിലാണോ, ദൈവ തേജസ്സിൻ്റെ കീഴിലാണോ, ഒന്നും ചീത്തയാവില്ല, ഒന്നും കേടാവില്ല. ഈ രാത്രി നമുക്ക് ദൈവം തമ്പുരാനോട് ഉള്ളു തുറന്നു പ്രാർത്ഥിക്കാം. പ്രാകാരത്തിൽ കിടന്ന് കറങ്ങാനല്ല, വിശുദ്ധ സ്ഥലം വരെ വന്ന് നിൽക്കാനല്ല, അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി വരാനാണ് ഈ രാത്രി കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ക്രൂശ് മരണത്തിൽ ആമേ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി ദേഹമെന്ന തിരശീല ചീന്തി വേർപാടിനെ നടിച്ചുവരനെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് ബർബരന്മാർ ദാസന്മാർ എന്നുള്ള എല്ലാ ഭേദങ്ങളെയും ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ട് ശകദാസ ബർബരാദികളെ പൊളിച്ചെഴുതിക്കൊണ്ട് ക്രൂശിന്റെ രക്ഷയെ വെളിപ്പെടുത്തിയ നസ്രയൻ ഒരു കാര്യം കൂടെ നമ്മോട് പറഞ്ഞു. എബ്രായർ 4:16 വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം എങ്ങോട്ട് കയറി വരിക? ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് വരിക. ഭക്തന്മാർക്ക് മുമ്പിൽ നേരവും കാലവും സമയവും നോക്കി തുറക്കുന്ന നടകൾ ഉള്ള വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കർമ്മമാർഗങ്ങളുടെയും ഇടയിൽ വേറിട്ട വിശ്വാസമായി എൻ്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന ബൈബിളും ഇതിൻ്റെ പ്രതിപാദന വിഷയമായ രക്ഷാനായകനായ യേശു ക്രിസ്തു നിൽക്കുകയാണ്. വചനം പറയുന്നു, സമയഭേദം കൂടാതെ, പകലെന്നോ രാവെന്നോ വ്യത്യാസമില്ലാതെ അപ്പാ പിതാവേ എന്നുള്ള വിളിയോടെ എനിക്കും നിങ്ങൾക്ക് കയറി വരുവാൻ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു കൃപാസനമുണ്ട്. തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു കൃപാസനമുണ്ട്. ആവശ്യം നേരിടുമ്പോൾ, ഒരു സഹായം ആവശ്യമായി വരുമ്പോൾ, ശരീരവും മനസ്സും ഒക്കെ ക്ഷീണിക്കുമ്പോൾ, തളരുമ്പോൾ, ഫിസിക്കലി മെന്റലി നമ്മൾ തളരുമ്പോൾ ഓടി അടുത്ത് ചെല്ലാൻ, അപ്പാ എന്ന് വിളിക്കാൻ പുത്രത്വത്തിന്റെ അവകാശത്താൽ ലഭിക്കപ്പെട്ട ഒരു ദൈവവും തുറന്നു കിടക്കുന്ന ഒരു കൃപാസനവും. ഏതാണ് കൃപാസനം? ഭക്തന്മാർ മുഴങ്കാൽ മടക്കുന്ന ഇടം. ഭക്തന്മാർ മുഴങ്കാൽ മടക്കുന്ന ഇടം. അത് ദൈവാലയമാകട്ടെ, അത് ഭവനങ്ങളാകട്ടെ, അത് വെളിം പ്രദേശങ്ങളാകട്ടെ, എവിടെയാണോ പ്രാർത്ഥനയ്ക്കായി ഒരു ഭക്തൻ മുഴങ്കാൽ മടക്കുന്നത്, അവിടേക്ക് തേജസ്സിന്റെ സിംഹാസനവുമായി ആകാശമേഘങ്ങളെ തേരുകളാക്കി ചാഞ്ഞിറങ്ങി വരുന്ന സർവശക്തനായ ദൈവം സാന്നിധ്യത്തിന്റെ ശക്തിയാൽ വെളിപ്പെടുന്നവനാകിയാൽ ആ സ്ഥലത്തെ കൃപാസനമെന്ന ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം വെളിപ്പെടുന്ന ഇടമെന്ന് എനിക്കും നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം, എനിക്കും നിങ്ങൾക്കും വിളിക്കാം. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും മുട്ടുമടക്കുന്ന ഇടം, ഞാനും നിങ്ങളും മുഴങ്കാൽ മടക്കുന്ന ഇടം, അപ്പാ എന്ന് വിളിക്കുന്ന സ്ഥലം, സാന്നിധ്യം തമ്പുരാൻ ഇറക്കുന്ന സ്ഥലമാകിയാൽ അതാണ് എന്നോടും നിങ്ങളോടുമുള്ള ബന്ധത്തിൽ തുറക്കപ്പെട്ട തമ്പുരാന്റെ കൃപാസനം. ഹല്ലേലൂയ. നീ തേടി പോകണ്ട, കാതങ്ങൾ നടന്ന് കാലിടറണ്ട, അലയണ്ട, വലയണ്ട. ആവശ്യം നേരിടുമ്പോൾ അപ്പാ എന്നുള്ള വിളിയിൽ തേടി വരുന്ന ഒരു ദൈവം, തേടി വരുന്ന ഒരു രക്ഷകൻ, യേശു ക്രിസ്തു എന്ന ഏക രക്ഷകൻ. ഈ നല്ല രക്ഷകനെ, ഈ നല്ല വീണ്ടെടുപ്പുകാരനെ ദൈവവും കർത്താവുമായി സേവിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവജനമെല്ലാം കണ്ണുകൾ അടയ്ക്കാം, പുസ്തകങ്ങൾ അടയ്ക്കാം, ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം.